മനസ്സറിയാനൊരു യന്ത്രമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളൊരാണാണെങ്കിൽ ഒരു പെണ്ണിന്റെ മനസ്സറിയാനാണ് ശ്രമിക്കുക. നിങ്ങളൊരു പെണ്ണാണെങ്കിലോ മറ്റൊരു പെണ്ണിന്റെ മനസ്സറിയാനാണ് നോക്കുക. പറഞ്ഞു വരുന്നത് അത്തരമൊരു യന്ത്രത്തിന്റെ കഥയാണ്. അഫ്സൽ ഒരു അലസനായ സുന്ദരനാണ്. അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആള് പാവമാണ്. വെരി ഇന്നസെന്റ് ഗുഡ് ബോയ്. അവന്റെ ഉമ്മ മാത്രമാണ് അവന് സ്വന്തമായി ഉള്ളത്. സഫി ഉമ്മ നല്ല ബിരിയാണിയും കോഴിത്തലയണയും ഉണ്ടാക്കും. മകനെ തീറ്റിക്കും, നാട്ടുകാർക്കും വിൽക്കും. അഫ്സലിന് പിന്നെയുള്ളത് ഒമാനിലെ സലാലയിലുള്ള ഒരു അമ്മാവനാണ്, സലാവുദ്ദീൻ, സഫിയുമ്മയുടെ ആങ്ങള. ഈ അഫ്സലിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവന്റെ അലസതയെക്കുറിച്ച് സഫിയമ്മയ്ക്ക് വലിയ ആശങ്കയാണ്. +2 വരെ പഠിച്ച ചെക്കൻ വെറുതെ ചൊറിയും കുത്തി സ്റ്റൈലിനായി അങ്ങനെ വീട്ടിലിരിക്കുന്നു. ആർക്ക് നഷ്ടം? അവനും സഫിയമ്മയ്ക്കും തന്നെ. അഫ്സലിനെ കർമ്മധരനാക്കാൻ സഫിയമ്മ പലതവണ വെള്ളം തെളിച്ചു നോക്കി. എന്തോർക്കാടത്? എണീക്കട അവിടുന്ന്. ഒടുവിൽ കഴിഞ്ഞ ലീവിന് ആങ്ങള വന്നപ്പോൾ സഫിയമ്മ ആ സങ്കടം പങ്കുവെച്ചു. ഓന്റെ കാര്യം വലിയ കഷ്ട. തിന്നുമ്പോ മാത്രം ഉണർന്നിരിക്കണത്. ആകെ മരുന്നിന് മാത്രം മരുമോനായുള്ള ഒരേ ഒരുത്തൻ പകൽ 11 മണിയായിട്ട് മൂടിപ്പതച്ച് കല്ലായിക്കടവിലെ പൊങ്ങുതടി പോലെ നല്ല ഖുഷിയായിട്ട് ഉറങ്ങുന്നത് കണ്ട സലാവുദ്ദീൻ മരുമകന് തഞ്ചത്തിന് കിട്ടുമ്പോ ഒന്ന് ഉപദേശിക്കാൻ തീർച്ചയാക്കി. ഒടുവിൽ അവസരം ഒത്തുവന്നു. ഓ റെഡി. ശരിയടാ, പോയിട്ട് വരെ. ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന അന്ന് വിമാനത്താവളം വരെ കൂട്ടുവരാൻ സലാവുദ്ദീൻ അഫ്സലിനെയും ക്ഷണിച്ചു. ഒരു സവാരി ഒത്തതിനാലും മാമൻ എയർപോർട്ടിനടുത്തുള്ള അറബി ഹോട്ടലിൽ നിന്ന് മട്ടൻ മന്തി മേടിച്ചു തരാനുള്ള സാധ്യത കണ്ടതിനാലും അഫ്സൽ കാറിൽ കയറി. അഫ്സലേ, എന്താ മാമ? എടോ ഇങ്ങനെ വെറുതെ ഇരുന്നാ മതിയാ? നമ്മളിപ്പോ കാറിലല്ലേ? ഒരു പണിയൊക്കെ വേണ്ടോ? പണി അത് ഈ എന്റെ കൂടെ സലാലേക്ക് പോന്നോ? അന്നെ ഞാൻ കൊണ്ടോടോ? ശമ്പളപ്പണിക്കാ? അല്ലടോ, സുഖവാസത്തിന്. ശമ്പളപ്പണി അടിമപ്പണിയാണ്. ഓൻ പറഞ്ഞത് ശരിയാണല്ല. എന്നാ പിന്നെ ഇവിടെ തന്നെ ഒരു ചെറിയ കച്ചവടമായാലോ? കച്ചവടം നല്ലതാ, പക്ഷെ ഫണ്ട് പൈസ നമുക്ക് ശരിയാക്ക. എന്നാ തുടങ്ങാം? എന്തായി തുടങ്ങ? ലാഭം കിട്ടുന്ന ഏർപ്പാടായിരിക്കണം കേട്ടോ. ഒരു മൊബൈൽ ഷോപ്പ് ആയാലോ? നല്ല ലാഭ. കൊറേ വിചാരിക്കണം. അതിപ്പോ അതായിരിക്കും ഇഷ്ടം. ഇഷ്ടമുള്ള പണി ചെയ്യുമ്പോഴേ മാമ ഉയർച്ച ഉണ്ടാവും. സമ്മതിച്ചു. എന്നാലൊരു കണ്ടീഷൻ. പഠിച്ചോനെ, മോളെ കെട്ടണമെന്നായിരിക്കോ? ഇങ്ങോട്ട് നോക്ക് പായാ. ഈ എന്റെ പീഡിയക്ക് സലാല മൊബൈൽസ് പേരിടണം. എന്തേ? സലാല 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 മൊബൈൽസ്. നമ്മളെവിടെ കിടന്ന മെനക്കെട്ടാ ഈ കണ്ടതെല്ലാം ഉണ്ടാക്കിയത്. അനക്ക് പീഡിയ തുടങ്ങാൻ തരണ പൈസയും നമ്മള് അവിടെ ഒഴിക്ക വേർപ്പാ. നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്കൊന്നും കിട്ടിയിട്ടില്ല, തെറിയും കടമല്ലാണ്ട്. അറബിന്റെ സലാല ഒക്കെ തന്നത്. അറബിന്റെ സലാല. അഫ്സൽ നന്ദിപൂർവ്വം സലാലയെ സ്മരിച്ചു. അവന് കട തുടങ്ങാൻ മാമന് കാശ് കൊടുക്കുന്നത് ഒമാനിലെ സലാല പട്ടണമാണത്രേ. കിടക്കട്ടെ കടക്ക് മാമന് പിടിച്ച പേര്, സലാല മൊബൈൽസ്. അങ്ങനെ സലാലയ്ക്ക് തിരിച്ചുപോയ മാമൻ അഫ്സലിന് കട തുടങ്ങാൻ കാശ് അയച്ചു കൊടുത്തു.
വൈകാതെ ഇവിടുത്തെ പേരുകേട്ടൊരു പാരലൽ കോളേജിനടുത്ത് അവൻ സലാല മൊബൈൽസ് തുറന്നു. കടയിലേക്ക് ബുദ്ധിമാനും സത്യസന്ധനും സൽസ്വഭാവിയായ ഒരു സഹായിയും അഫ്സൽ കണ്ടെത്തി. അവന്റെ കളിക്കൂട്ടുകാരനും തൊഴിൽ രഹിതനും മൊബൈൽ റിപ്പയറിംഗ് കറസ്പോണ്ടൻസായി പഠിക്കുകയും ചെയ്ത ബിനോയ്. എങ്ങനെ എങ്ങനെയുണ്ട്? എന്റെ തലയൊന്നും കൂടെ കൊണ്ട. ആ അതാണ് ഉമ്മ. കട തുടങ്ങിയ ആദ്യത്തെ ആഴ്ചയിൽ 2 സംഭവങ്ങൾ നടന്നു. രണ്ടും നടന്നത് ഒരൊറ്റ ദിവസം തന്നെയായിരുന്നു. അന്ന് രാവിലെ സലാല മൊബൈൽസിലേക്ക് ഒരാൾ കയറി വന്നു. ശംഭോ മഹാദേവ, ശങ്കര ശങ്കര ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. മുപ്പാരും താണ്ടി வந்து அப்பாடு திட்டவக்கு இப்பார்வை கிடையாது. அப்பா உத்திர்நடனம் ശംഭോ ശങ്കര. ശിവാജി ഗണേശന്റെ ഡയലോഗ് അടിച്ചോണ്ടൊന്നും പൈസ തരില്ല. നിങ്ങളെ വണ്ടി വിട്ടോളി. இது டயலாக் கிடையாது தம்பி, இது என் ஈஸ்வரன் பாட்டு. அவன் அருளாலே நான் உன்னோட பாவி சொல்லட்டுமா? ഭാവിയോ? ഞാൻ നല്ല ഭാവിയൊക്കെ ഉള്ള ആളാ. ഒന്ന് നോക്കി നോക്കണോ? தம்பி, உனக்கு விசித்திரமான ஒரு எந்திரம் கிடைக்க போறோம். ഈ എന്തിനാണെന്ന് இந்த கோடாகி சொல்றது கொஞ்சம் கவனமா கேளு. இந்த பையனுக்கு சீக்கிரமா ஒரு எந்திரம் கிடைக்க போறோம். மனிதனின் மனதை கேட்க வைக்கும் எந்திரம். മൂപ്പരെന്താ പറയണേ? അനക്കെന്തോ യന്ത്രം കിട്ടുമെന്നാ പറയണേ. മനസ്സിൽ വിചാരിക്കണത് കേൾക്കാൻ പറ്റണ യന്ത്രം. ഫ്രോഡ്. உங்க டிரான்ஸ்லேஷன் சரியல்ல. ചങ്ങായിയെ ഒന്നങ്ങോട്ട് വെച്ച് തന്നാണ്ടല്ലോ. മൂപ്പര് പറയട്ടെ. நான் சொல்றது உண்மை. என் ஈஸ்வரன் மேலானை எனக்கு மனுஷന്റെ മനസ്സറിയാൻ ഒരു എந்திരം கிடைக்கும். നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞു? ദക്ഷിണ കൊടുക്കോ? ദക്ഷിണ ഒരു 50 ടോപ്പം ഇളവശമാ കൊടുക്കോ? അന്ന് വൈകിട്ടാണ് രണ്ടാമത്തെ സംഭവം നടന്നത്. കടയുടെ എതിർവശത്ത് റോഡിനപ്പുറത്താണ് ബസ് സ്റ്റോപ്പ്. ആ ബസ് സ്റ്റോപ്പിൽ അന്ന് വൈകുന്നേരം ഒരു സുന്ദരിക്കുട്ടി വന്ന് ബസ് കാത്തു നിന്നു. അഫ്സൽ അവളെ ഒരു നോട്ടം കണ്ടതേയുള്ളൂ. മരിച്ചുപോയി. എന്നാൽ അവളത് അറിഞ്ഞതേയില്ല. അടുത്തുള്ള ആ പാരലൽ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു അവൾ. എന്റെ അല്ലാ, ചന്ദ്രന്റെ കഷ്ണം. താങ്കളുടെ ബാലൻസ് തികയില്ല. ദയവായി താങ്കളുടെ കാർഡ് റീചാർജ്. ഇങ്ങോട്ട് വരുന്നു. എത്രയ്ക്കാ? 100 രൂപയ്ക്ക്. ഓ നമ്പർ അഫ്സൽ അവൾക്കൊരു പക്ഷേ ആ കട തന്നെ എഴുതി കൊടുത്തേനെ. ഭാഗ്യം. അവൾ വെറും 100ന്റെ റീചാർജാണ് ചോദിച്ചത്. ചാർജ് ആയില്ലേ? ഉവ്വ്, താങ്ക് യു. അന്നു മുതൽ അഫ്സൽ കടയിലേക്ക് വരുന്നത് തന്നെ അവളെ കാണാൻ വേണ്ടിയായിരുന്നു. വർക്കിംഗ് ഡേയ്സിൽ ദിവസവും രാവിലെയും വൈകിട്ടും അവൻ അവളെ കൺകുളിർക്കെ കണ്ടു.
അവധി ദിവസങ്ങളിലും അവൾ അവധിയെടുത്തപ്പോഴും അവനൊരു ഡെഡ് ബോഡി പോലെ ഇരുന്നു. പ്രേമം ഒരു കൊലപാതകിയാണ്. മൊബൈൽ എന്താ സാർ? ഇവര് ഐഫോണിന്റെ ഐഫോൺ അല്ലേ? ഐഫോൺ? അയ്യോ, ഐഫോൺ ഇല്ല കേട്ടോ. ഓ ബാഡ് ലക്ക്. ഇറ്റ്സ് ഓക്കേ, നോ പ്രോബ്ലം. വേറെ കുറെ അടിപൊളി മോഡൽസ് ഉണ്ട് സാർ. ഇങ്ങനെ കിനാവും കണ്ടോണ്ടിരിക്കാണ്ട് സ്റ്റോക്ക് കൂട്ടാൻ നോക്ക് ബൈ. ഇല്ല ഈ കച്ചവടം നടക്കില്ല കേട്ടോ. ഐഫോൺ വരെ ചോദിച്ചോണ്ടാ ടീമുകൾ വരണത്. അല്ല, പറഞ്ഞ സ്റ്റോക്ക് ഒന്നും ഇതുവരെ വന്നില്ലല്ലോ. വന്നില്ല. അതെന്തേ? പനിയായിരിക്കോ? ചങ്ങായി ഏത് നേരം വരണു. പ്ലീസ് ഒന്ന് കൺസിഡർ ചെയ്യ്. നിക്ക്, ഞാൻ ഒന്ന് പറയട്ടെ. അബ്ദുൾ മനാഫ്, ഉഴപ്പൻ, പണക്കാരൻ, വായ നോക്കി. അഫ്സലിന്റെയും ബിനോയുടെയും കൂടെ സ്കൂളിൽ പഠിച്ചതാണ്. പെൺകുട്ടികളെ ബാധിക്കുന്ന ഒരു പെരുത്ത ജിന്നാണവൻ. അഫ്സലേ, എങ്ങനെയുണ്ട് എന്റെ കുട്ടി? ഏത്? ഈ കണ്ടില്ലേ ഞാനിപ്പോ വർത്താനം പറഞ്ഞുകൊണ്ടുവന്നേ? ഞാൻ കണ്ടില്ല. എന്നാ ഞാൻ കണ്ടിക്കണ്. ഈ ഓളി നോക്കി വെള്ളിറക്കി നിക്കണത്. പക്ഷെ കാര്യമില്ല മോനെ, ഓൾക്കേ എന്നോടാ ഏത് പെട്ടെന്ന് കെട്ടണ ഓൾക്ക്. നമ്മടെ ഫാമിലി ആയിട്ട് നല്ല അടുപ്പാണേ. ഒരു ഞായറാഴ്ച ഞാന്, വാപ്പ, ഉമ്മ എല്ലാരും കൂടി അങ്ങോട്ട്. അതിന്റെ അടുത്ത ഞായറാഴ്ച ഓളും ഓളെ ഫാമിലിയും ഒക്കെ ഇങ്ങോട്ട്. അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട്. പിന്നെ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, പിക്നിക്കുകള്. ഉമ്മാന്റെ മയ്യത്ത്. നമ്മക്ക് പിന്നെ ഞായറാഴ്ചകളൊന്നും ഇല്ലല്ലോ. അല്ല ബിനോയെ, നിങ്ങളുടെയൊക്കെ ആ തെന്നിശ്രീയുടെ പുതിയ ക്ലിപ്പ് വല്ലതും ഉണ്ടോ? പഴയത് തന്നെ കണ്ടും കൊടുത്തും തീരണില്ല, പിന്നെയാ പുതിയത്. ഓളെല്ലാവർക്കും ഒരു വീക്ക്നെസ് അല്ലേ? ആര്? ധന്യശ്രീടോ. ഓളെ സ്ക്രീനിൽ അങ്ങോട്ട് കാണുമ്പോ എന്റെ ബിനോയെ. ഓ അപ്പൊ ശരി അഫ്സലെ, വൈകിട്ട് കാണാം. ഓളെ മീറ്റ് ചെയ്യാന്നേ പ്രോമിസ് ചെയ്തിട്ടേ. മനാഫേ, അന്റെ കുട്ടീന്റെ പേരെന്താണ്ടോ? കല്യാണക്കത്തില് കണ്ടാ പോരെ? നമ്മളൊന്നും അറിയട്ടോ. ഷഹാന. ഷഹാന മനാഫ്. ഷഹാന മനാഫ് പോലും. ഷഹാന, എന്ത് ബ്യൂട്ടിഫുൾ പേര്. പക്ഷെ മനാഫ്. ഷഹാനയാണെങ്കിലും ഷവർമ്മയാണെങ്കിലും ഈ കഴിച്ചാല് അന്റെ വയറേറിയും. ഈ പോയി ആ കുട്ടിയോട് മിണ്ടടാ. എന്റെ അല്ലാ, എനക്ക് പറ്റൂല. എന്നാ ഓള് ഷഹാന മനാഫായി മാറും, ഗ്യാരണ്ടിയാണ്. ഒരു ടോപ്പ് അപ്പ്. ആരെയാണ് സുന്ദരിക്കുട്ടി ഇങ്ങനെ വിളിച്ചു തീർക്കുന്നത്? ഇന്നലല്ലേ ടോപ്പ് അപ്പ് ചെയ്തത്? ഓ പിന്നെ, ഒന്ന് വേഗം ടോപ്പ് അപ്പ് ചെയ്താ. ഇന്നും വിളിക്കുമോ? എന്നും വിളിക്കും. ടോപ്പപ്പ് നാളെയും വേണ്ടി വരും. അപ്പൊ മറ്റന്നാളോ?
ഇന്ന് ഞാൻ ഓളോട് പറയും എന്ത്? ഓൾ എൻ്റെ എല്ലാം എല്ലാമാണെന്ന്. എങ്ങനെ പറയും? ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കും. ഓള് വരുമ്പോ പറയും. നടക്കൂല്ല മോനെ. എന്തേ? ഓളിങ്ങട്ട് വരുന്നുണ്ട്. പറയണില്ലേ? 100-ന്. ടോപ്പപ്പ് അല്ലേ? അതെ. ബായ് 100-ന് ടോപ്പപ്പ്. ഇപ്പൊ വരും. ഇന്നും വിളിക്കുമോ? എന്നും വിളിക്കും. ദിവസം ഇങ്ങനെ ടോപ്പപ്പ് ചെയ്യണത് ആരെയാണോ വിളിച്ചു ചേർക്കണത്? നമ്മളെ തന്നെ. അന്നെയോ? ആ, രാത്രി കൃത്യം 11 ഓൾ എന്നെ വിളിച്ചിരിക്കും. പിന്നെ പുലർച്ചെ വരെ മധുരോത്സവം. എന്തോ ഈ രാത്രികളൊക്കെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയാ മതിയേനു. അല്ല അഫ്സലേ? പക്ഷെ ഇന്ന് രാവിലെ ഓൾ എന്നെ മൈൻഡ് ചെയ്യാണ്ട് പോണ കണ്ടല്ല. അത് പിന്നെ ഞങ്ങൾ ഇന്നലെ ചെറുതായിട്ടൊന്ന് ഉടക്കി. അയ്യോ, അത് ശരിയാക്കണ അല്ല, അത് ശരിയാക്കാനുള്ള സാധനമൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ഓ, പഠിച്ചോനെ. ഹലോ ഹരി. ഈ എന്ത് പണിയാ കാണിച്ചേ? അയ്യോ, അത് ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. സോറി, എന്റെ ലീവ് പോയാ. ഈ കോയമ്പത്തൂർക്ക് വരണ്ട. ഈ റേസ് ആവാതെ നാളെ ഞാൻ എന്തായാലും വന്നിരിക്കും. ഹരിയാ? ആ, അന്നെ വിശ്വസിച്ച് ലീവ് എടുത്ത് ഓന്റെ പണി പോയി കാണും. നാളെ ഞാൻ എന്തായാലും കോയമ്പത്തൂർക്ക് പോകും. കോയമ്പത്തൂർ എന്താ പരിപാടി? വല്ല ബാംഗ്ലൂർക്കോ മറ്റായിരുന്നെങ്കിൽ ഞാനും വരായിരുന്നു. കുറച്ച് സ്റ്റോക്ക് എടുക്കണം. അവിടെ കുറഞ്ഞ വിലയ്ക്ക് മൊബൈൽ ആപ്ലിക്കേഷനും ഗെയിംസ് ഒക്കെ കിട്ടും. ആ ധന്യശ്രീയുടെ ക്ലിപ്പ് വല്ലതും കിട്ടുമോ നോക്കടാ. അനക്ക് എന്തിനാണ്ടാ ധന്യശ്രീ? എന്താ കുഴപ്പം? ഈ ഇപ്പൊ ആ സുന്ദരിക്കുട്ടിയുടെ കാമുകനല്ലേ? പക്ഷേ കാമുകനും ഒരു മനുഷ്യനല്ലേ? അയ്യോ. ഷഹാന മനാഫ് പോലും. ഷഹാന അഫ്സലാണ്. ഷഹാന അഫ്സൽ. ഇയെന്താണ്ടൊരു ദഹിപ്പിക്കണം നോട്ടോ. കിട്ടാത്ത മുന്തിരി കഴിക്കും മോനെ. ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ്. ഹരി, ഓ ഹരി, കയറട്ടെ.
രൈസാവല്ലേ ഓട്ടെ. ഹാവ് വയ്യാണ്ടായി. ക്ഷീണമൊക്കെ നമുക്ക് മാറ്റാം. അതിനു മുമ്പ് ഒരിടത്തൂടി പോവാണ്ട്. എന്തിന് വയ്യ പയ? എടാ നീ പരിചയപ്പെടേണ്ട ഒരു ചങ്ങായി ഇവിടെ അടുത്തുണ്ട്. ഒരു തമിഴ്നാ. വയ്യാന്ന്. നമുക്ക് പോവാ. നിനക്ക് ഉപകാരം ഉണ്ടാവും. എന്തുപകാരം? എടാ തമിഴിനൊരു എഞ്ചിനീയറിംഗ് റോബോട്ടാ. ഭയങ്കര തലയാണ്. പഹയും ഗുലുമാലി സോഫ്റ്റ്വെയറും ഗെയിമും ഒക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കും. നല്ല ചുള്ളു വിലക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ ഷോപ്പിലൊക്കെ ഓന്റെ ഐറ്റങ്ങൾക്ക് നല്ല ഡിമാൻഡാ. നീ വാ വാ വാ. നീ എന്തെങ്കിലും വാങ്ങിയ എനിക്ക് ചെറിയ കമ്മീഷൻ കിട്ടുകയും ചെയ്യും. അതാണ് കാര്യം. ജീവിച്ചു പോട്ടോ. നീ എങ്ങോട്ടാണ് ചങ്ങായി? ഹരി അഫ്സലിനെ കൊണ്ടുപോകുന്നത് അഫ്സലിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരാളുടെ അടുത്തേക്കാണ്. അളകർ സ്വാമിയുടെ അടുത്തേക്ക്. யாரு? நான் தான் ஹரி. ஓபன் த டோர். பரவாயில்ல வாங்க. ஹலோ பாஸ். வாடா. வாங்க மிஸ்டர் ஹரி. வாழ்க்கை எப்படி போயிட்டு இருக்கு? ஜக்குதா இல்ல ஜெகஜோதியா போயிட்டு இருக்கா? திருவண்ணாமலை ஜோதியா இருக்கடா. வெரி குட். யார் இந்த எக்ஸ்ட்ரா ஃபிட்டிங்? இது என் ஃப்ரெண்ட் அப்சல். வணக்கம். வணக்கம். இவன் கோழிக்கோடு இருந்து வந்திருக்காரு. ஓ கோழிக்கோடா? அப்ப வணக்கத்தை வாபஸ் பண்ணுங்க. ஸ்வாகதம். ஸ்வாகதம். அப்புறம் கோழிக்கோட்ல இருந்து கோயம்புத்தூருக்கு என்ன காரியமா வந்திருக்கீங்கன்னு தெரிஞ்சுக்கலாமா? இவங்க அங்க சின்ன மொபைல் ஷாப் வச்சிருக்காரு. அதுக்கு கொஞ்சம் ஸ்டாக் எடுக்கத்தான் வந்தேன். உங்க கை இருக்கிற ஐட்டம்ஸ் எல்லாம் சூப்பரா இருக்குன்னு நான் இவங்கிட்ட சொன்னேன். அப்படின்னா பாத்துட்டு போலான்னு அவனு சொன்னேன். பாத்துட்டு போறது இது ஒன்னும் மியூசியம் அல்ல. பாத்துட்டு போலான்னா பாத்துட்டு பிடிச்சது வாங்கிட்டு வாங்கிட்டு போலான்னு. சோ இவர் என்னுடைய கஸ்டமர். எஸ் எஸ் எஸ். நைஸ் டு மீட்டிங் யூ. I am Mr. Alagarasamy. Please take your seat. Irikku. Thank you sir. See Mr. Afzal. செல்போனை கண்டுபிடிச்சது மேட்ரிக் கூப்பரா இருக்கலாம். ஆனா செல்போனுக்குள்ள இன்னெல்லாம் பித்தலாட்டம் பண்ணலான்னு கண்டுபிடிச்சது நான் தான். ஆண்ட்ராய்டு காரன் ஆப்பிள் காரனை பார்த்து காப்பி அடிக்கிறான். அந்த ஆப்பிள் காரன் யார பார்த்து காப்பி அடிக்கிறான்? யாரு பார்த்து? இந்த അഴകർസ്വാമി പാത്തുதான். കുറച്ച് അധികമായിട്ടെന്നാണ് പറയും. അത്രേ ഉള്ളൂ. കൈയടിക്കും. പക്ഷേ ഇത്തിരി കൂടുതലല്ലേ? എന്താ ഒരു ഡിസ്കഷൻ? ഒന്നുമില്ല. നിങ്ങൾ ரொம்ப കിടിലൊന്ന് சொன்னீங்க. It's true. See Mr. Afzal. என்னுடைய அப்ளிகேஷன்ஸ் எல்லாம் காட்டணும்னா அப்படி இப்படிப்பட்ட ஆளுக்கெல்லாம் காட்ட மாட்டேன். அதுக்குன்னு சில குவாலிஃபிகேஷன் வச்சிருக்கேன். நான் 2 கொஸ்டின் கேட்பேன். அதுக்கு எனக்கு சாட்டிஸ்ஃபேக்டரியான ஆன்சர் கிடைச்சா மட்டும்தான் என்னோட ஐட்டம்ஸ் എല്ലാം കാട്ടുவேன். അതായത് മൂപ്പര് പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായി കേട്ടിട്ട് ആൻസർ പറയണം. അതാണ് മൂപ്പര് പറഞ്ഞത്. ശരിതാണ്? கொஸ்டின் நம்பர் 1. ஏன் மக்கள் செல்போன் வாங்குறாங்க? Why do the people buy the cell phone? അതായത് എന്തിനാണ് ഈ ആൾക്കാര് മനസ്സിലായി. ആളുകൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. എളുപ്പത്തില് എത്ര ദൂരമായിരുന്നാലും സംസാരിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് സെൽഫോൺ വാങ്ങുന്നത്. അതെ മൂപ്പര് പറയുന്നത് എന്തെന്ന് വെച്ചാല് அவனும் மலையாளத்தில் தான் சொன்னான். I can understand. Question number 2. Why do the people change the cell phone? ആൾക്കാര് ഇടയ്ക്കിടെ എന്തിനാണ് സെൽഫോൺ മാറ്റുന്നത്? അത് ഞാൻ പറഞ്ഞു. ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിനും ഫാഷനും ഒപ്പം പോകാനാണ് ആളുകൾ കൂടെ കൂടെ സെൽഫോൺ മാറ്റുന്നത്. കറക്റ്റ് അല്ലേ? See Mr. Afzal. நீங்க சொன்ன 2 ஆன்சருமே குட் ஒன்ஸ். ஆனா பதில்கள் டிஃபரண்ட். மக்கள் செல்போன் வாங்குறதே விளையாடுறதுக்கு, கலிக்கானானு. அப்ளிகேஷன் வச்சு விளையாடுறது, கேம்ஸ் வச்சு விளையாடுறது, அடுத்த வாழ்க்கையில விளையாடுறது. ஏன் சில நேரங்கள்ல நம்ம லைஃப்ல நம்ம விளையாடுறது. புரிஞ்சுதா? ஏன்னா நம்ம எல்லாருக்குள்ளயும் ஒரு விளையாட குழந்தை இருக்கு. கொஸ்டின் நம்பர் 2. மக்கள் ஏன் அடிக்கடி
செல்போனை சேஞ்ச் பண்றாங்க. நாம பண்ற பிரைவேட் காரியங்களும் நாம பேசுற சீக்ரெட் விஷயங்களும் தெரிஞ்ச ஒரே சாட்சி நம்ம செல்போன் தான். தன்னை விட தன்னை பத்தின எல்லா விஷயமும் தெரிஞ்ச ஒருத்தன் நம்ம கூட ரொம்ப நாள் இருந்தா நமக்கு பயம் வரும்ல. அதான் தூக்கி போடுறோம், செல்போனை மாத்துறோம், புதுசு வாங்குறோம். டு யூ கெட் மை பாயிண்ட்? ஒரு செல்போன் ஷாப் ஓனரா இருக்க போற நீங்க இந்த மாதிரியான சைக்காலஜி எல்லாம் தெரிஞ்சுக்கணும். Now I will show my items. Yeah. Now he will show his items. This is Alagar's vehicle parking reminder. ഇതില് പേത നമ്മുടെ ബൈക്ക് എന്താ ചെയ്യ? இந்த அப்ளிகேஷன் நீங்க யூஸ் பண்ணி உங்க காரோ இல்ல பைக்கோ எங்க பார்க் பண்ணிருக்கீங்கன்னு ஈஸியா ஞாபகப்படுத்திக்க முடியும். Your bike is here. This is Alagas burning flame light. இது 2-in-1 அப்ளிகேஷன். சிகரெட் பிடிக்க சிகார் லைட்டாவும் யூஸ் பண்ணலாம், ரொமான்ஸ் பண்ண கேண்டில் லைட்டாவும் யூஸ் பண்ணலாம். இது அழகர்ஸ் எலக்ட்ரிக் ஷாக் அப்ளிகேஷன். உங்களுக்கு பிடிக்காதவங்க யாராவது உங்க போனை டச் பண்ணா அது எலக்ட்ரிக் ஷாக் கொடுக்கும். തിങ്കളാഴ്ച കാലത്ത് ഊതറ ഫോണും വെച്ചിട്ടിരിക്കും. സൂപ്പർ സാധനങ്ങള്. ആ വെഹിക്കിൾ പാർക്കിങ്ങും പിന്നെ ആ ഇലക്ട്രിക് ഷോക്കും എന്തായാലും എടുക്കാം. தேங்க்யூ. கூடவே அந்த பர்னிங் ஃப்ளேமை இலவச இணைப்பா தரேன், எடுத்துக்கோ. ആരെ ഇലവരസം? இளவரசன் இலவசம் ஃப்ரீ Free, free. ரொம்ப பசிக்குது, ஏதாவது போய் சாப்பிடலாமா? சாப்பிட்டுட்டு அப்புறம் சாப்பிடலாமா? சாப்பிடலாம். சரக்குன்னு வாயை பாத்தியா, வெல்டிங் வச்ச மாதிரி ஆயிடுச்சு. கம் 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 லெட்ஸ் கோ 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 லொகேஷன் சேஞ்ச். தம்பி, காதல்ல முக்கியம் லவ் இல்ல, கரேஜ், தைரியம், அதான் இம்பார்ட்டன்ட். அது எனக்கு இல்ல. அழகர் சார் எனக்கு இருக்கு கரேஜ், தைரியம். எது அடுத்த சாரை திருடி குடிக்கிறதுக்கா? அப்படி இல்ல, அப்ப அதை வை. காதலிக்க தைரியம் இருக்கு, ஆனா காதலி இல்ல. ஐயோ டாப்சல, உனக்கு இருக்காடா காதலி? அது இதுவரை இல்ல. தம்பி, நீ ரொம்ப கொடுத்து வச்சவன்பா. யூ ஆர் சோ லக்கி. என்ன பாருப்பா, காதலி இருந்தோ தவிச்சுக்கிட்டு இருக்கிற. நீங்க தைரியமாய் போய் ஓலை கட்டு. நான் இருக்கு, நான் மட்டும் அல்ல, நானும் இவனும் இருக்கு. நீ அவனும் இருக்கு, நான் அங்க போனா இருக்க மாட்டேன். நான் உயிரோட இருந்தா கல்யாணமே நடக்கும். ഈ ചങ്ങായി കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവില്ലല്ലോ. என்னப்பா மரியாதை இல்லாம பேசுறான்? அது உண்ட சுத்த மனுஷன். சுத்தமா தாடியை சேவ் பண்ண மாட்டான். டேய் இங்க வா. என்ன? ட்ரிங்கிங் நாட் குட். டிப்ஸ் காசுல வாங்கின டீ ஷர்ட் தானே? ஆமா. அப்புறம் என்ன மெசேஜ்? போய் டீ ஷர்ட் கேட்டு போ. போ போயிடு. அல்ல சார், നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കണത്? அதான் எனக்கும் தெரியாது. எனக்கே என்ன புரிய മാട്ടേங்குதுப்பா. സാർ, കാതലിക്കുന്നയാൾ ഒന്നിനെയും പേടിക്കരുത്. പ്രത്യേകിച്ച് ഒരുപാട് കഴിവുകളുള്ള സാറിനെ പോലെ ഒരു ജീനിയസ് ഒരിക്കലും പേടിക്കരുത്. നിങ്ങൾക്കുള്ള ബുദ്ധിയും കഴിയും വെച്ച് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെണ്ണെ തന്നെ സ്വന്താക്കാൻ കഴിയും. ഉറപ്പ്. தம்பி, மூடி சுத்தின கோட்டர் மாதிரி என் மூளைய 2 தட்டி தட்டி திறந்துட்டப்பா. நான் உனக்கு கொடுக்கணுமே, பயப்படாத. கிசு கொடுக்க மாட்டேன். நான் உனக்கு வேற ஒண்ணு கொடுக்குறேன். வா, ஏன் கூட வா. ஹரி, அவன் காலி பாட்டில பொறுக்கி போட்டு பஸ் பிடிச்சி வந்துருவான். நீ வா வா வாப்பா. ஸ்டார்ட் பண்ணலாமா?
ഓടുകയല്ലേ பில்லு ஃபுல் கோர்ஸ் காமிச்சிருக்கேன். என்ன செந்தில், நான் என்ன அவ்வளவு முட்டாளா? அப்படி இல்ல, நீங்க யோசிச்சுதான் செய்யறது தெரியும். உன்னோட கமிஷன் ரெடியா இருக்கு. அது நெக்ஸ்ட் வீக் தான் அங்க வரும்போது கால் பண்ணலாம். ஏன் அவ்வளவு டிலே? முதலாளி ஊர்ல இருக்கு. நெக்ஸ்ட் வீக் பிகினிங்ல மதுரைக்கு போடுவாங்க. அப்போ நான் வரேன். ஓ அப்படியா? உன்னோட கேஸ் இங்க பத்திரமா இருக்கு. முதலாளி தெரிஞ்சுட்டு எப்படி இருக்கு அப்சல்? இதுதான் செல்போன் டேப்பிங். இன்னொருத்தன் பேசுறத ஒளிஞ்சிருந்து கேக்குற டெக்னாலஜி. இத யூஸ் பண்ணி யார் கூட பேசுறாங்கன்னு ஈஸியா கண்டுபிடிச்சிடலாம். നമ്മളിപ്പോ കേക്കണത് ഓരറിയണ്ടാവും. என்ன அப்சல், அவருக்கு தெரியவே தெரியாது. ஆனா நமக்கு வேணா குறுக்க பேசலாம், இடையில் கயிறி சம்சாரிக்கலாம். இதுக்கு என் சாஃப்ட்வேர்ல ஒரு ஃபெசிலிட்டி இருக்கு. ஐ வில் எக்ஸ்பிளைன். நம்ம செல்போன் டெக்னாலஜில ஒரு சின்ன மிஸ்டேக் இருக்கு. அத பயன்படுத்தி தான் நான் இந்த சாஃப்ட்வேரை கண்டுபிடிச்சேன். இது வெளிய போச்சு, வேற என்டர்டைன்மெண்டே தேவையில்லை. இந்த சீரியல், சினிமா, அடுத்தவன் பேசுறத திருட்டுத்தனமா கேட்கறத விட பெரிய என்டர்டைன்மெண்ட் வேற என்ன இருக்கு? சப்போஸ் ஒருத்தர் இன்னொருத்தனோட சீக்கிரட்டா பேசுறான்னு உனக்கு டவுட் இருந்துச்சுன்னா இந்த டேப்பரை நீ யூஸ் பண்ணி அவன் பேசுறத கேட்டுக்கலாம். രാത്രി കൃത്യം 11 ഓൾ എന്നെ വിളിച്ചിരിക്കും. പിന്നെ പുലർച്ചെ വരെ മധുരോത്സവം. ഇതിന് ഭയങ്കര വിലയായിരിക്കും അല്ലേ? விலையா? அடுத்தவன் மனசை தெரிஞ்சுக்கிற எந்திரத்துக்கு விலையா? இதுக்கு விலையே போட முடியாது. பிரைஸ்லெஸ். 1 இயரா என் பிரெயினை சைரன் மாதிரி ஓட விட்டு நான் கண்டுபிடிச்ச டெக்னாலஜி. அண்ட் ஐ ஆம் கோயிங் டு கிஃப்ட் இட் டு யூ ஃப்ரீ. எடுத்துக்கோ. ഫ്രീയാ? இது வரைக்கும் என்ன யாருமே ஜீனியஸ்னு கூப்பிட்டதில்லப்பா. நீ என் நெஞ்சில பஞ்சு மெத்த போட்டு படுத்துட்ட. தேங்க்யூ சார். இந்த அழகர் அமேசிங் செல்போன் டேப்பர் உனக்கு அளவில்லாத என்ஜாய்மெண்ட்டை தரட்டும். ஆல் தி பெஸ்ட். ஸ்டார்ட் பண்ணலாமா? ഇതേതോ ഫ്രോഡ് പരിപാടി കേട്ടോ അപ്സലെ. വെറുതെ വേണ്ടാത്തതിന് നിക്കണ്ടോ. ആരെങ്കിലും പിടിച്ച ലോക്കാവേ. പക്ഷെ ഈ സോഫ്റ്റ്വെയർ ട്രേസ് ചെയ്യാൻ പറ്റൂല. അതാരാ പറഞ്ഞ? മൂപ്പര് അളവർ സ്വാമി. ഇത് ഉണ്ടാക്കിയത് മൂപ്പരാണല്ലോ. ആ ചങ്ങായി കള്ളിന്റെ ബോധക്കടി പറഞ്ഞാവും. അനക്ക് വേറെ പണിയൊന്നും ഇല്ല അപ്സലെ. എടോ നമ്മൾ ഈ ഫോൺ ചെയ്യുമ്പോ ചിലപ്പോ വേറെ ലൈൻ ഇടയിൽ കേൾക്കാറില്ലേ? അതറിയാതെ പറ്റുന്നതാ. ഈ സോഫ്റ്റ്വെയർ അത് അറിഞ്ഞുകൊണ്ട് പിടിച്ചെടുക്കും. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാന്ന്. അനക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? ലോഡ് ചെയ്യാൻ എളുപ്പം. ബ്ലൂടൂത്ത് വഴിയോ USB വഴിയോ കയറ്റാൻ മതി. കയറ്റി കഴിഞ്ഞ ഫോണിൽ നിന്ന് വേറെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജ് തുറന്ന് ആ ഫോണിൽ ഈ സാധനം ഇൻസ്റ്റാളാ. കേട്ടിട്ട് ഇതേതോ വൈറസ് പോലെ ഉണ്ട്. ഞാനില്ല കേട്ടോ ഈ പണിക്ക്. അപ്പൊ ഗുഡ് നൈറ്റ്. നമുക്ക് രാവിലെ ഷോപ്പിൽ കാണാം. ആ ബിനോയെ, ബിരിയാണി ഉണ്ട്, കഴിച്ചിട്ട് പോവാ. കൈ കഴുകിയിട്ട് വരാം. ഇയും വാ അപ്സലേ, വാ. വിശപ്പ് പോയമ്മ. പതിവില്ലാണ്ട് നേരത്തെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടേ. ഞാൻ മാത്രമല്ലല്ലോ. ബിനോയെ 50-ന്റെ ഒരു ഫ്ലെക്സി മാഷേന്ന് ചുള്ളനായോണ്ടല്ലോ. വാരണ്ടടോ. അല്ല മാഷേ, ഒരു ഗ്ലാമർ ഒക്കെ ഉള്ളത് നല്ലതാ. നല്ല ഐറ്റംസ് കുട്ടികളൊക്കെ ഉള്ളതല്ല നിങ്ങളുടെ ക്ലാസ്സില്. നിങ്ങൾക്ക് എങ്ങനെയാ മാഷേ ഈ കൺട്രോള് വിടാതെ ക്ലാസ് എടുക്കാൻ പറ്റണേ? എന്തുട്ട്? ഇത് അധ്യാപനാണ്, പഠിപ്പിക്കലേ. ഇവിടെ ഗുരുശിഷ്യ ബന്ധം മാത്രമേ ഉള്ളൂ. മറ്റൊരു കണ്ണിലൂടെ കാണില്ല. അവരൊക്കെ എന്റെ വിദ്യാർത്ഥിനികളാ. ഇതുപോലുള്ള സംസ്കാരശൂന്യമായ വർത്താനം ഇനി എന്റെ അടുത്ത് പറയരുതട്ടാ. തേങ്ങ പൊതിച്ച ജാതി ഒരു മോന്തായിട്ട് വന്ന് നിന്നോളും. ക്ഷമിച്ചാളി മാഷേ. ബൈ. മാഷൊക്കെ ഒരു 50 ഫ്ലെക്സി. എന്താണ് മാഷ നമ്പർ? എന്തായി? സാധനം വന്നിട്ട് എടുക്കട്ടെ. എവിടെ കാണട്ടെ? എത്ര GB ഉണ്ട്? അനക്കിപ്പോ എത്ര GB വേണ്ടേ? എനിക്കൊരു 16 മതി. ഇത് 64 ഉണ്ട്. 67 2 സിം അല്ലേ? പിന്നെ ക്യാമറ ബെസ്റ്റ് ക്യാമറ. ഓക്കേ. എന്തുട്ടാ നിന്റെ പേര്? ചേതൻ. ചൈത്താനാ? ചേതൻ. ഏത് സ്കൂളിലാ പഠിക്കണേ? മോഡൽ സ്കൂൾ. എത്രാം ക്ലാസ്സില്? 7. മൊബൈലൊക്കെ ആയിട്ടാ സ്കൂളിലേക്ക് പോണേ? അത്
സ്കൂളിൽ പോണതേ പഠിക്കാനാ, അല്ലാണ്ട് ഈ കുന്തറാണ്ട കുത്തി കളിക്കാനല്ല. നിന്റെ അപ്പനൊന്നും പറയാറില്ലേ? അത് അത് പോട്ടെ, ഇതേതാ മോഡല്? സാംസങ് ഗാലക്സി ഗ്രാൻഡ്. എന്തുറ്റി? സാംസങ് ഗാലക്സി ഗ്രാൻഡ്. അതറിയാ. നീ ഇത് പറ, കോഴിക്കോട് കളക്ടറിന്റെ പേരെന്തുട്ടാ? കോഴിക്കോട് കളക്ടറിന്റെ പേരെന്നെ? മാഷെ മോനെ വിട്ടേക്കും, കുട്ടിയല്ലേ. എന്തുട്ട് വിട്ടേക്കാൻ? കോഴിക്കോട് കളക്ടറിന്റെ പേരറിയാത്തവരാരെങ്കിലും ഉണ്ടാ? ഇവനറിയില്ലാന്ന്. മൊബൈലിട്ട് സ്കൂളിലേക്ക് പോവാ. എടാ, നിന്റെ പ്രായത്തിലേ ഞങ്ങളുടെ കയ്യിലൊക്കെ സ്ലേറ്റും പെൻസിലും ആയിരുന്നു. അന്നൊക്കെ പഠിക്കാനാ പോയിക്കൊണ്ടിരുന്നേ, പഠിച്ച ആളാവാൻ. നിന്നെ പോലെ ഉടായ്പ കളിക്കാനല്ല. നീ ഒന്നും വേണ്ട, ഇങ്ങോട്ട്. നീ മൊബൈലിട്ട് സ്കൂളിലേക്ക് പോവാ. എന്തുട്ടാ നിന്റെ ക്ലാസ് ടീച്ചറിന്റെ പേര്? ക്ലാസ് ടീച്ചറിന്റെ പേര് സദാ. അറിയില്ല. ക്ലാസ് ടീച്ചറിന്റെ പേര് പോലും അറിയില്ല. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നൊക്കെ സ്കൂളിൽ വിടുന്നവരെ പറഞ്ഞാൽ മതി. എന്തുട്ടാ നിന്റെ അച്ഛന്റെ പേര്? അതെനിക്കറിയാം. തർക്കുത്തരം പറയാ അറിയാം. ആഫ്രിക്കയുടെ തലസ്ഥാനം ഏതാടാ? എന്റെ വടക്കുന്നാഥ, ആഫ്രിക്കയുടെ തലസ്ഥാനം അറിയില്ല. എന്തിനാ മാഷെ ഇപ്പൊ ആഫ്രിക്കയുടെ തലസ്ഥാനം അറിയണം? അറിയണ്ടേ? അറിയണോ? പിന്നെ അറിയണ്ടേ? അറിയണം. മൊബൈലിട്ട് സ്കൂളിലേക്ക് പോവാ. എന്തുട്ട് നോക്കി പഠിപ്പിക്കണേ? എനിക്ക് മൊബൈൽ വേണ്ട. കച്ചവടം കൊളവാക്കിയല്ലേ നിങ്ങള്? എന്തുട്ട് പണി കാണിച്ചെന്ന്? ഈ നാടിന്റെ സമ്പത്താണ് പുതിയ തലമുറ. പുത്തൻ തലമുറയെ നശിപ്പിക്കുന്ന ഒരു കച്ചവടം ഞാൻ അനുവദിക്കില്ല. ഈ നാടിന്റെ പോക്ക് എങ്ങനെയാ? ഇക്കാലത്തെ അച്ഛനമ്മമാരെ വേണം പറയാൻ. ഒരു സദാചാര ബോധവും മൂല്യമില്ലാതെ അവർ ജീവിക്കുമ്പോൾ മക്കൾ ആരെ കണ്ടാ പഠിക്കുക? അധ്യാപകരാണെങ്കിൽ ശിഷ്യസ്ഥാനത്തുള്ളവരെ വരെ ദുഷ്ടചിന്തയോടെയാണ് കാണുന്നത്. ഞാൻ ആരടുത്തി പറയണേ? തോലിയപ്പൻ മെസ്സേജ് ഒന്നുണ്ടല്ലോ. എന്ത് ബ്ലാങ്ക് മെസ്സേജ് ആണല്ലോ. അത് വേറെ. ഇപ്പൊ വരും. 100 ചെയ്തിട്ടുണ്ട്. ഞാൻ 50 റുപ്യക്കല്ലേ പറഞ്ഞത്? ഓഫറാണ്. 50 ഫ്ലെക്സ് ചെയ്ത 50 കൂടി ഫ്രീ. എന്തായാലും നന്നായി. കുറച്ചാലും വിളിക്കാലോ. നമ്മളൊക്കെ ആരെ വിളിക്കന്നെ? എടാ ബിനോയ്, നീ വിഷമിക്കണ്ട. പുതിയ തലമുറയെ നശിപ്പിച്ചിട്ടൊരു കാശ് നമുക്ക് വേണ്ട. അത് ഗുണം ചെയ്യില്ല. ജയ് ഹിന്ദ്. എന്താളുടെ ഫോണിൽ ചെയ്ത്? അതെന്ന് രാത്രി അറിയാം. ഇത് അയാളുടെ നമ്പറാ. സ്പീക്കറിലിട്. അതൊക്കെ കുട്ടിക്ക് വെറുതെ തോന്നുന്നതാ. എനിക്ക് കുട്ടിയോട് ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. ഒന്നുമല്ല, മാഷ് നോണറിയാം. ഈടെ മാഷക്ക് ഒരു താല്പര്യമില്ല. ഇല്ല ചക്കരെ, അങ്ങനെ ഒന്നുമില്ല. ചക്കരേന്ന് കള്ളൻ, ഫ്രോഡ്. മാഷ് ഇന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന സമയം മുഴുവൻ ആ സരിതയുടെ നെഞ്ചത്തോട്ട് നോക്കി നിക്കണ കണ്ടല്ലോ. കുട്ടി വെറുതെ ആരോപണങ്ങൾ പറയരുത് കേട്ടോ. ഞാൻ ആകെ ഒരു നെഞ്ചത്തോട്ട് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ആരുടെ? അത് ഞാൻ പറയണോ? സരിതയുടെ അല്ലേ? പെണ്ണെ, നിന്നെ ഞാൻ ഒന്ന് പോ മാഷെ. മാഷ് ഒന്നും ചെയ്യില്ല. ഞാൻ കെമിസ്ട്രി മാത്രല്ല പഠിപ്പിക്കുക. മോള് എന്ത് ഡ്രസ് ഇട്ടേക്കണേ? ഫ്രോക്കാ. കളർ എന്താ? മഞ്ഞ. ഞാനും മഞ്ഞയാ. എന്തൊരു മനംപുരിതല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട് ഈ സാധനം? കൊള്ളാലോ. കേട്ടോ? എന്താ ഒന്നും മിണ്ടാതെ? ഞാൻ ഒന്ന് തിരിഞ്ഞു കിടന്നത്. കിടക്കുക. ഞാനും കിടക്കുക. ഇതിലെ നമുക്ക് ഇടയിൽ കയറി ഡയലോഗ് അടിക്കാൻ പറ്റുമോ? മോളു, ഓ, ഞാൻ ഉറങ്ങാൻ പോവാ. ഞാനും. ഇവളുടെ സൗണ്ട് മാറിയോ? നമസ്കാരം. മാഷേ, ആ ഫ്രോഡിനെ ഒന്നിങ്ങോട്ട് വിളിക്കട്ടെ. എന്തിന്? ഒന്ന് മാറാൻ. വേണ്ട, ഒരു രസമല്ലേ? മൂപ്പരുടെ ഫോൺ നമ്മളെ ചോർത്തണ്ടെന്ന് മൂപ്പര് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്താണ്ടോ രസം. മൂപ്പര് അത് അറിയാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് രസം. ഐഡിയ 30 റുപ്പിക്ക്. 50.
100 റുപ്യക്ക് 60 50 50 100 110 85 20 30 50 20 55 ഒരു ക്വാർട്ടർ. അല്ല ഇന്നെന്താ ലേറ്റ് ആയ? ആര് ലേറ്റായി? അല്ല ബസ് കിട്ടിയില്ല എന്ന് വിചാരിച്ചു. ആര് വിചാരിച്ചു? അല്ല നമ്മളങ്ങനെ വെറുതെ വിചാരിച്ചു. 100. അന്നെ കാണുമ്പോ മൂപ്പർക്ക് വലിയ വെപ്രാളാണല്ലോ. വേണ്ടേ? അതുകൊണ്ട് ഗുണമുണ്ടാ? വേണ്ട, ഓടെ ഫോണിൽ കേട്ടണ്ട. അതെന്താ ഓൾക്ക് സ്പെഷ്യലി? അതങ്ങനെ തന്നെയാ. ആ ഫോൺ ചോർത്തണ്ട. ഓള് ദിവസവും രാത്രി മനാഫിനെ വിളിക്കണ്ടെങ്കില. അതറിയാൻ ഇതിലും നല്ല വഴി വേറെ ഉണ്ടെന്ന് പറഞ്ഞാളി. ഇനി ഇപ്പൊ ഒന്നും പറയണ്ട. ഓളുടെ ഫോൺ ഞാൻ ഇപ്പൊ സലാലയാക്കും. ഈ മഴയിൽ അങ്ങനെ നനഞ്ഞ് നനഞ്ഞ് നമ്മൾ രണ്ടുപേരും. വേണ്ട, അധിക പ്രസംഗം എന്റെ അടുത്ത് വേണ്ടാന്ന് അവനോട് പറഞ്ഞേക്കെ. തല്ലിക്കൊന്ന് ചാലിയാറിന് ഒഴുക്കും ഞാൻ. നീ എന്തോ ഒന്നും മിണ്ടാത്തെ? നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. നിങ്ങളുടെ കുട്ടിയല്ലേ എന്റെ വയറ്റിൽ വളരുന്നത്. എന്റെ നിങ്ങൾ ആ ദരിദ്രവാസി തള്ളനെ മാത്രം ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണേ. എന്നെ കൊന്നാലും ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കൂല. എക്കടെ നായ ഫോണ്. രാത്രി കൃത്യം 11 ഓൾ എന്നെ വിളിച്ചിരിക്കും. ഓൻ വെറുതെ അടിച്ചതാണ്. ഇങ്ങനെ കരയാതെ മോളെ. സഹിക്കാൻ പറ്റുന്നില്ല വാപ്പ. സാരല്ല മോട്ടെ, അതെന്റെ വിധിന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. എന്നാലും ഉമ്മയെ ചെയ്യണത് പടച്ചോന് നൽകുന്ന പണിയാണ്. നിങ്ങൾ തമ്മിൽ പിടക്കാതെ വെച്ച് അതിനിപ്പോ നമ്മളെന്താ ചെയ്യാ മോളെ? പണ്ടേ ഓൾക്ക് വലിയ വാശിയും വൈരാഗ്യമൊക്കെ. അതെന്നോടാവുമ്പോ കുറച്ച് കൂടുമല്ലോ. വാശിയും വൈരാഗ്യം. പാപ്പ പാവായതുകൊണ്ട് ഇതൊക്കെ സഹിച്ചത്. ഇക്കും വേണമെങ്കിൽ ആവായിരുന്നു. പക്ഷെ ഷാജഹാനും എന്റെ കുട്ടികൾ കഷ്ടത്തിലാവൂലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ. എന്നിട്ടിപ്പ എന്തുണ്ടായ വാപ്പ? നിങ്ങളേക്ക് എന്നെ കല്യാണത്തിന് കൂടി വിളിക്കേണ്ടതോ ഉമ്മായും മാമനും പറയണം. എന്നെ അങ്ങോട്ട് വരാൻ കൂടി സമ്മതിക്കണില്ല. 4 മാസായില്ലേ ഞാൻ നിങ്ങളെ കണ്ടിട്ട്. എനിക്ക് സഹിക്കണില്ല വാപ്പ. കരയല്ലേ എന്റെ രാജകുമാരി? നോക്ക്, കരയല്ലേ? ഷഹാനാന്ന് പേരുള്ള കുട്ടികൾ കരയാൻ പാടില്ല. അതെന്താ? ഷഹാനാന്ന് വെച്ചാ രാജകുമാരി എന്നല്ലേ അറബിയിൽ അർത്ഥം. രാജകുമാരി കരയാൻ പാടോ? ഞാൻ രാജകുമാരി ഒന്നുമല്ല. ഞാൻ വടകരക്കാരൻ സെയ്തലവിയുടെ മോള. സങ്കടം വന്നാൽ ഞാൻ കരയും. ഈ രാജകുമാരി തന്നെയാ പെണ്ണെ, അഫ്സലിന്റെ രാജകുമാരി.
പോവാത്തെ? പേടിയ കവി സ്റ്റേജിലൊക്കെ പാടാൻ. അതിന് നീ ഒറ്റയ്ക്കല്ലോ, ഞാനും ഷിനിയും കൂടി ഇല്ലേ? എന്നാലും ഒരെന്നാലും ഇല്ല. അയ്യോ എന്നാലും അത് നീ തന്നെ പാടിയാലേ ശരിയാവുള്ളൂ. ഞങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ പാടിത്തരാം. നീ കേട്ടു പഠിച്ചോ, സ്റ്റേജിൽ വയ്യ. ഇത് കുറെ കഷ്ടമാണ് കേട്ടോ. ഞാൻ സ്റ്റേജിൽ കയറിയാ ഇതിലും കഷ്ടം. കഷ്ടം. ശരി, എങ്കിൽ നീ ഇപ്പൊ വിസ്തരിച്ചൊന്ന് പാട്. സ്റ്റേജിൽ കയറുമ്പോ ഞങ്ങള് പരുങ്ങാൻ പാടില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഈരൻ കാറ്റിൻ നീണം പോലെ തോരാ മഞ്ഞിൻ തൂവൽ പോലെ നോവും നെഞ്ചിൻ രാക്കൂട്ടിൽ മെല്ലെ മെല്ലെ. ഈരൻ കാറ്റിൻ നീണം പോലെ തോരാ മഞ്ഞിൻ തൂവൽ പോലെ നോവും നെഞ്ചിൻ രാക്കൂട്ടിൽ മെല്ലെ മെല്ലെ. ഈ മഴ ജനലിനഴിയിൽ പൊഴിയും മധുരതാളം നിലാമണമൊഴുകി വിടരും അരുണമലരായി ഞാൻ ഖയാൽ പാടാം പ്രിയാ കാതോർക്കാം വരൂ. മെല്ലെ 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 ഈരൻ കാറ്റിൻ ഈണം പോലെ തോരാ മഞ്ഞിൻ തൂവൽ പോലെ നോവും നെഞ്ചിൻ രാക്കൂട്ടിൽ മെല്ലെ മെല്ലെ. ഈശാലിനി തളിലെഴുതുമീ പ്രണയമലിയും മൊഴികളിൽ മനസ്സിൻ കൊലുസു പിടയവേ കനവിലിനിയുമറിയൂ നീ മണിമുകിലിൻ മറവിലൊളിയും മിഴിയിലാരോ നീലിമ പോൽ കളിച്ചിരിതൻ ചിറകിൽ പതിയെ തഴുകവേ സ്വരമാ ഖയാൽ പാടാം പ്രിയാ കാതോർക്കാം വരൂ. മെല്ലെ 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 ഈരൻ കാറ്റിൻ ഈണം പോലെ തോരാ മഞ്ഞിൻ തൂവൽ പോലെ നോവും നെഞ്ചിൻ രാക്കൂട്ടിൽ മെല്ലെ മെല്ലെ. നനവു പൊഴിയും പുലരിയിൽ ഇലകൾ ചിതറും വഴികളിൽ വെയിലിൻ മണികളലസമായി തനുവിൽ പുണരും പുളകമായി നിറശലഭമായി എന്റെ അരികിൽ വന്നെന്നെ നുകരൂ തിന്നലയായി ഒരു നിലവിൻ കുളിരിൽ തരളമൊഴുകി ഞാൻ നദിയായി ഖയാൽ പാടാം പ്രിയാ കാതോർക്കാൻ വരൂ. മെല്ലെ
ഈരൻ കാറ്റിൻ മെല്ലെ 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 എന്റെ പെണ്ണെ എന്നെ അങ്ങടെ എടുത്തോളി ഈരൻ കാറ്റിൻ ഈണം പോലെ തോരാമഞ്ഞിൻ തൂവൽ പോലെ. ഇത് ഏത് പാട്ടാടാ? അത് പിന്നെ ഇത് നമ്മുടെ സിറാജിന്റെ മ്യൂസിക് വീഡിയോ അല്ലേ? ഓ പിന്നെ ഇതേതായാലും ആ വൃത്തികെട്ട സാധനം ഒന്നും അല്ല. ഇതേതോ സുന്ദരി പെണ്ണ് മനസ്സ് തുറന്നു പാടുന്ന പാട്ടാ. ഇന്നിനി വരലൊന്നും ഉണ്ടാവില്ല. പാട്ടൊക്കെ പാടി തൊണ്ടയൊക്കെ വരണ്ടിട്ടുണ്ടാവും. കരിനാക്ക് വളക്കല്ലേ സൈത്താനെ. ആരാണ് മോനെ ശൈത്താന്? എന്തായാലും ഇങ്ങളല്ല. സംസാരിച്ചിരിക്കാനൊന്നും സമയമില്ല. ജാഫർ സാധനം എടുക്ക്. ഇതിനെന്ത് കിട്ടും പറഞ്ഞാൽ മതി. ആരുടേത്? ഇതൊരു കൊമ്പൻ സ്രാവിന്റെ. അതെ. ഇത് അതെന്താ മോനെ, ഇവൻ കൊമ്പൻ സ്രാവെന്നൊന്നും ഇതിൽ കേട്ടില്ലേ? ഇതെന്ന് രാവിലെ പിടിച്ച സ്രാവിന്റെ പള്ളേന്ന് ഇട്ടാണ് ഈ മൊബൈൽ. സ്രാവിന്റെ പള്ളേന്ന് വൈഫൈ ഉള്ള മൊബൈൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വൈറ്റിൽ നിന്ന് വന്ന മൊബൈൽ ഇത് ആദ്യമായിട്ടാ. ഇത് ഏതാ ബ്രാൻഡ്? ബ്രാൻഡ് അല്ല, മൊബൈലല്ലേ. മൊബൈല് കമ്പനി ഏതാണെന്ന് ചോദിച്ചാ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ കുടി പോലെ. അതെ, നമ്മൾ വേപ്പൂർ സുലൈമാന്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു പഴയ ഫോൺ ഉണ്ടായിരുന്നല്ലോ. ഓ കഴിഞ്ഞ മാസം കടലിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലല്ലോ. ഈ നേരം വരെ തിരിച്ചെത്തി. അതോ അതുകൊട്ടെ, ഇതിനെന്ത് കിട്ടും അത് പറയും. മാർക്കറ്റ് വില എന്തായാലും കിട്ടും. എന്നായത് നിങ്ങൾ മാർക്കറ്റിൽ കൊണ്ട് വിറ്റോളി. അതെ, വേണ്ടെങ്കിൽ വേണ്ട. നീയൊക്കെ രക്ഷപ്പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ടാ ജാഫറെ. നമുക്ക് ഗൾഫ് ബജാറിൽ പോയി നോക്കാം. ഇപ്പം മാത്രല്ലല്ലോ ഇവിടെ മൊബൈൽ കട അല്ലല്ലോ. ജാഫറെ കോൾ ഉണ്ടടാ. ഇത് മിസ് കോളായി. ഗൾഫ് ബസാറേ ഇങ്ങോട്ടാ. ഗൾഫ് ബസാർ എവിടെയാണെന്ന് ഞമ്മക്കാ പഠിപ്പിക്കുന്നത്. ഇതിവിടെ വെച്ചിട്ട് വെക്കോ. അങ്ങനെ പറയും. ഏതെങ്കിലും തലയ്ക്ക് വീടില്ലാത്തവന്റെ പരിടിക്കണം. പാട്ടുകാരി പോണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പം വള്ളക്കില് ആ സലാല മൊബൈൽസിന് അന്റെ മേലൊരു കണ്ണുണ്ടെന്നാ തോന്നണേ. പൊടി അനക്ക് ഓന്റെ മേലെ കണ്ടുണ്ടാ? ഓൻ ഫ്രീ ആയിട്ട് ടോപ്പ് പരിപാടി. ഇങ്ങനെ നായിനെ പോലെ ഇന്ന് വെള്ളം ഇറക്കാണ്ട് പോയി ആണിനെ പോലെ പറഞ്ഞൂടെ? നീ പോടാ പട്ടി. നിനക്കൊരു ഉമ്മ തരട്ടെ? വേണ്ട, തരും ഞാൻ. എവിടെ? നെറ്റിയിൽ? വേണ്ട. കണ്ണിൽ? വേണ്ടെന്നേ. മൂക്കില? കവിളിൽ? എന്താ കുമാരേട്ട? കഴുത്തിൽ? പിന്നെ താ കുമാരേട്ട, ഞാൻ തരട്ടെ? തരും ഞാൻ. വേഗം തരട്ടെ. അങ്ങോട്ട് കൊടുക്കു കുമാരേട്ടാ. ആരാ തുടക്കരുത്? നിങ്ങളെ മോനായിരിക്കും. ഇപ്പൊ എപ്പിടി ഇരിക്കടാ. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണിലൊന്നും വിശ്വസിച്ച് ഒരു കാര്യവും പറയാൻ പറ്റില്ലെന്ന്. ആ ഫോൺ നമ്മൾ എപ്പോഴേ സലാലയാക്കി മോനെ. അങ്ങനെ നിലമ്പൂരുവായി ഇക്കയും മൊഞ്ചത്തും കൂടെ ജീപ്പിൽ ഊട്ടിക്ക് പോയിക്കൊണ്ടിരിക്കാണ്. നല്ല തണുപ്പ്.
അപ്പൊ ഇക്ക മുഞ്ചത്തിയോട് സ്വകാര്യായിട്ട് പറയാണ് എന്ത് ഞാനിന്ന് പഞ്ചഭാഗം മാങ്ങിയോ? അത് റേഡിയോ മാംഗോയില് മാമ്പഴം. എന്റെ ഫോൺ റെഗുലർ ആയിട്ട് ആരോ ടാപ്പ് ചെയ്യുന്നുണ്ട് സർ. ടാപ്പിംഗ് നടക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായിട്ടാണോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്? അല്ല. എങ്കിൽ സംശയമില്ല, ചോർത്തുന്നത് നിങ്ങളുടെ ഭർത്താവായിരിക്കും. മുഖ്യമന്ത്രി ഇപ്പൊ ജനസമ്പർക്ക പരിപാടിയുടെ ഗ്ലാമറിലാ. പക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ വീണിരിക്കണം. നമ്മള് 11 MLA കണ്ട് കംപ്ലീറ്റ് റെഡിയാണ്. ഉറപ്പാണ്. നാളെ ചന്ദ്രശേഖരന്റെ ഗവൺമെന്റ് താഴെ വീണിരിക്കണം. വീണ് കഴിഞ്ഞ് നമ്മളടക്കം 12 MLA മാറി വോട്ട് ചെയ്യും. ഗവൺമെന്റ് വീയും. ഹലോ, ക്ലിഫ് ഹൗസ് അല്ലേ? നമസ്കാരം, ബ്രേക്കിംഗ് അവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് അസംബ്ലിയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ മുഖ്യമന്ത്രി CR ചന്ദ്രശേഖരന്റെ മന്ത്രിസഭ ഭൂരിപക്ഷം തെളിയിച്ചു. ഭരണപക്ഷ MLA ആയ ഹമീദ് മാറഞ്ചേരിയെ കുതികാൽ വെട്ടാൻ ശ്രമിച്ചതിനും മറ്റ് MLA-മാരെ അതിന് പ്രേരിപ്പിച്ചതിനും പാർട്ടിയിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. എന്തായാലും ഞമ്മക്ക് പോലീസ് സംരക്ഷണം വേണം. നമ്മുടെ ഫോൺ ചോർന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളെ പുറത്താക്കാനുള്ള സാഹചര്യമുണ്ടായത് എന്നാണ് മുഖ്യം പറയുന്നത്. ഇവിടെ നിയമവാഴ്ചയുണ്ടോ? നമ്മുടെ ഫോൺ ചോർത്താൻ ഏജന്റുമാരെ വെച്ചിരിക്കുകയാണ് CR ചന്ദ്രശേഖരൻ. കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ എവിടുന്നാ? തൃശ്ശൂരിനാന്ന് ഉമ്മ പറഞ്ഞ. അതെന്താണ് തൃശ്ശൂർന്നാക്കിയത്? അതാത്ര അവർക്ക് സൗകര്യം. എപ്പോഴാ പർച്ചേസിന് പോണേ? മറ്റന്നാളാ. കൊടുങ്ങല്ലൂരെന്ന് കുഞ്ഞത്തായം വരും. കവി, നീ ഫോൺ വെച്ചോ. എന്താ ഷാന? വേറെ ആരോ ഈ ലൈനിലുണ്ട്. നമ്മൾ പറയണൊക്കെ കേൾക്കുന്നുണ്ട്. നിനക്ക് തോന്നാവും. അതെ, തോന്നിയതാവും. അല്ല, ഞാൻ കട്ടിയ. 220 ഫുൾ ടോക്ക് ടൈം. എന്തിനാ ഇത് പറയാൻ വെറുതെ വിളിക്കണം? ഓളെ എനിക്ക് ഇഷ്ടമാണ്. അത് ഞാൻ ഓളോട് തോന്നുന്നു പറയുകയും ചെയ്തു. അതിനെത്ര ചൂടാവാൻ എന്തിരിക്കണ്? ഇഷ്ടം തുറന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മീശയും വെച്ച് കിടന്നിട്ട് എന്ത് കാര്യം? ഇനി ഇത് പറയാൻ എന്നെ വിളിക്കരുത്. ചങ്കൂറ്റില്ലാത്ത ഓരോ ടീമുകള്. നമസ്കാരം, വാർത്തകൾ ഇതുവരെയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു സെൽഫോൺ കോൾ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഓർക്കുക, ഈ നഗരത്തിലെ മൂന്നാമതൊരാൾ കൂടി നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതാരാണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഒരു സംഘം തന്നെ ഈ ഫോൺ ടാപ്പിംഗിന് പുറകിൽ പ്രവർത്തിക്കുന്നതായാണ് ലഭിക്കുന്ന സൂചന. പൊതുജനങ്ങളിൽ നിന്ന് ഫോൺ ചോർത്തൽ സംബന്ധിച്ച് നിരവധി പരാതികൾ ഇതിനകം ലഭിച്ചിട്ട് പോലും പോലീസ് ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നും ആക്ഷേപമുണ്ട്. ഫോൺ ടാപ്പിംഗ് അല്ലേ? ഈയിടെ കോഴിക്കോട് ഫോൺ ചോർത്തൽ വ്യാപകമായി നടക്കുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഫോൺ ചോർത്തലെ പറ്റി എനിക്കറിയില്ല. പല ചോർത്തലെടുക്കാൻ എന്തൊക്കെയാണ് ഇവിടെ ഫോൺ ചോർത്ത. എന്റെ പേരെന്താ? അമീറോ? ക്യാമറമാൻ അമീറിനൊപ്പം കോഴിക്കോട് മത്സ്യ മാർക്കറ്റിൽ നിന്ന് മുഹമ്മദ്. ഫോൺ ടാപ്പിംഗോ? അതെന്താ സംഭവം? മനുഷ്യ സംസ്കാരത്തിന് അധപ്പതനം സംഭവിച്ചിരിക്കുന്നു. ഒരു അധ്യാപകന്റെ സ്വകാര്യതയിലേക്കും കടന്നുകയറ്റമായി മാറിയിരിക്കുന്നു. ഫോൺ ടാപ്പിംഗ് പ്രശ്നമാണ്. ടാപ്പിംഗ് നടക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഈ ജനങ്ങളെല്ലാരും ഐഫോനാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ ഫോൺ ചോർത്തൽ അസാധ്യമാണ്. നമുക്ക് ഈ പണി തുടരണം. ഈ എന്തേ തുറച്ചു നോക്കുന്നത്? തുടരാണ്ട് എത്രയും പെട്ടെന്ന് ഈ ക്രിമിനൽസിനെ പിടിച്ചിരിക്കണം. ഫോൺ ചോർത്തൽ ഇന്ന് നിയമസഭയിൽ വരെ ചർച്ചാ വിഷയമായ സ്ഥിതിക്ക് നമ്മുടെ മേലുള്ള പ്രഷർ കൂടും. CM ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു. നമ്മൾ ഈ കുറ്റവാളികളെ കണ്ടെത്തിയാലും അവരോടൊരു സോഫ്റ്റായ സമീപനം മതിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഈ ഫോൺ ചോർത്തലുകാരോട് നന്ദിയുണ്ടത്രേ. കാരണം അവരാണല്ലോ അദ്ദേഹത്തിന്റെ സർക്കാരിനെ വീഴാതെ പിടിച്ചു നിർത്തിയത്. ഈ ഫോൺ ചോർത്തലുകാർ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോ പാർട്ടി അനുഭാവികളോ ആണെന്ന് വരെ അദ്ദേഹത്തിന് സംശയമുണ്ട്. അവരാരായിരുന്നാലും നമ്മളൊട്ടും അമാന്തിക്കരുത്. നമ്മുടെ ഫോൺ അവർ ചോർത്തുന്നതിന് മുമ്പ് അല്ല, അതിപ്പോഴേ ചോർത്തുന്നുണ്ടെന്ന് നമുക്കറിയാം സർ. ഓഹോ. നോർത്ത് സ്റ്റേഷനിൽ ഒരു കോൺസ്റ്റബിൾ RK കുമാരൻ അയാളുടെ ഫോൺ ചോർത്തിയെന്ന് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഇതെവിടെ നിന്ന് തുടങ്ങുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായിരിക്കും അവരുടെ ലക്ഷ്യം? രാഷ്ട്രീയം? രാജ്യദ്രോഹം? ഇത് തീവ്രവാദ സംഘടനകൾ ഏതെങ്കിലും ആയിക്കൂടെ സർ? ആവാം. പക്ഷേ
ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് ഒരു ഒറ്റ ആളായിക്കോട്ടെ. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് വെച്ച് നോക്ക്, നല്ല ക്ലാരിറ്റിയാ. ഓക്കെ അല്ലേ? ഈ എന്തിനാണ്ടാ വെറുതെ സമയം നോക്കണെന്റെ അഫ്സലെ? നമ്മളെ കുട്ടി ഇപ്പൊ ഇങ്ങോട്ട് വരും. ഓളനൊന്ന് കണ്ടോട്ടോ. എങ്ങനെ അത്ര തിരക്കിലേ? നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. എന്റെ കുട്ടി രാജകുമാരി തന്നെയാ. ഷഹാനാന്ന് വെച്ചാ രാജകുമാരി എന്നല്ലേ അറബിയിലർത്ഥം. പക്ഷെ തോഴി അത്ര പോരാ. മനാഫെ, ഈ അറബി പഠിച്ചിട്ടുണ്ടാ? അറബിയാ? എന്തിനാ അറബി? ഒന്നുമില്ല. ഈ എന്തെങ്കിലും ഒന്ന് മിണ്ടിട്ട് പോന്ന രാജകുമാരി. ഒരു മിനിറ്റ്. ഓളിപ്പോ എന്താ പറഞ്ഞു? ഓ നത്തിങ്. ഓൾക്കിനി എന്നും രാത്രി നമ്മളെ വിളിക്കാൻ പറ്റൂലെന്ന്. എന്നും ടോപ്പപ്പ് ചെയ്യാനേ കയ്യില് പൈസ ഇല്ല അത്ര. ഇനിയിപ്പൊ എന്നും രാത്രി എന്നോട് അങ്ങോട്ട് വിളിക്കാൻ. ബിനോയ ഈ ഫ്ലക്സ് ചെയ്താ? ബാക്കി വെച്ചോ, പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെടാ. കൽബിയിലെത്തി കൽബിയിലെത്തി കൽബിയിലെത്തിയ. ഹലോ. കനകന 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 കനകന. എന്താണ് അങ്ങോട്ട് വിളിച്ച് കനകന കനകന? അല്ലാന്നേ, നിങ്ങളെ വീട്ടിലെ മേത്തല്ല ടീക്ക കനകന. ആ കനക അയ്യാണ് എന്തേടാ? പിന്നെ നിങ്ങളെ വിഷമിക്കാൻ മാത്രമൊന്നുമില്ല. ഞാൻ ഇവിടെ നല്ല ഹോസ്പിറ്റൽ എന്തിനു വിഷമിക്കേ? അതല്ല, വിഷമിക്കാൻ പോണൊരു കാര്യ പറയാൻ പോണേ. പൈസ എന്താ വേണ്ടി വരും? അതൊന്നല്ല. എനിക്കാ വേണ്ടെന്ന് ഞാൻ ഉമ്മാനോടും മാമനോടും കരഞ്ഞു പറഞ്ഞു. ഒരു കേക്കണില്ല. പടച്ചോനെ, എന്റെ കുട്ടിയുടെ കാര്യം സങ്കടം തന്നെ. എന്നാലും വാപ്പയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, പഠിത്തം മുടക്കരുത്. അത് കഴിഞ്ഞു മതി നിക്കാഹ്. ഇനിയുള്ള കാലത്ത് കെട്ടിക്കൊണ്ടുപോണ ചെക്കൻ എങ്ങനത്തെ തരാമെന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. പെൺകുട്ടികൾക്ക് ഒരു പഠിത്തവും ജോലിയൊക്കെ ഉണ്ടാവണത് നല്ലതാ. ഉണ്ടാവണം, എന്നാലേ രക്ഷയുള്ളൂ. നമുക്ക് മനസ്സിലാവുണ്ടോ? അയ്യോ പാപ്പ, ഉമ്മ മുറിയിലേക്ക് വരണുണ്ടെന്ന് തോന്നണേ. ഞാൻ വെക്കാം. ഈ എന്തോന്നും മിണ്ടാത്ത? ഇന്ന് വിളിച്ച മിണ്ടാന്നല്ലേ ഈ രാവിലെ പറഞ്ഞേ. ഞാനിങ്ങനെ മുട്ടി മുട്ടി കാത്തിരിക്കേനു. ശാല ഈ ഒന്നും മിണ്ടി പെണ്ണ. അന്റെ വാപ്പ അനക്ക് പ്രേമിക്കാൻ നമ്മുടെ പെങ്ങളെ കിട്ടിയുള്ളൂ. അന്റെ വാപ്പ പെരിച്ചായി ഉസ്മാൻ ഉണ്ടല്ലോ, ഓ ഞമ്മടെ പറമ്പ് നടിച്ചു മാറ്റിയ തേങ്ങേന്റെ കണക്ക് ഞമ്മളെ മാമന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ടല്ലേ? അത് മാത്രല്ല, അന്റെ ഒരു പെങ്ങളുണ്ടല്ലോ, എന്താ ഓളുടെ പേര്? സൽമ. സൽമ. എന്താ ഓളുടെ ഒരു ഗിൽമ. ഓളോട്
നമ്മൾ എന്തോ പണ്ട് ചോദിച്ചതിന് ഓളുണ്ടാക്കിയ പുലിവാലിന് കയ്യും കണക്കൂല്ല. എന്നിട്ടോ ഓളാ എന്തോ പോലെ മുഖമുള്ള മീൻകാരന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടില്ലേ? അതൊക്കെ അങ്ങനെ തന്നെ വേണടാ, അങ്ങനെ തന്നെ വേണം. നമ്മള് ഫോൺ വെക്കട്ടെ? ഫോണ് വെച്ചാ മോനെ എന്റെ മയ്യത്ത് ഞമ്മളെടുക്കും. ഈയുവിന്റെ വാപ്പയും കൂടെ കേട്ടി കെട്ടിയ വേലിനെ പറ്റി ചോദിക്കാൻ വന്ന ഞമ്മളെ എന്റെ വാപ്പയും ടീമും കൂടെ കല്ലെടുത്തെറിഞ്ഞിനി. ഈ ഉണ്ടായിരുന്നില്ലടാ കൂടെ? ഓലക്ക ഏത് മകയിലാടാ ഞാൻ എന്റെ ഇക്കാവുക? സോറി സാർ, നമ്മള് ഷഹാനെ വിളിക്കൂല. ഫോണ് വെച്ച കള്ള എന്റെ കയ്യ് ഞമ്മള് വെട്ടും. പറയുന്ന അതെ, ഇന്നാളും കൂടി ഇത്താത്താനെ കണ്ടപ്പോ ഇങ്ങളെ അന്വേഷിച്ച്. ആരന്വേഷിച്ചോ? ഇത്താത്ത. ആര്? സൽമത്താത്തേ. എന്നാ ഞാൻ വെക്കട്ടെ? ഓളെന്താ പറഞ്ഞ് പറയുമനാഫ? ആ പൊട്ടനെ കെട്ടിയിരുന്നെങ്കി ഈ ലൈഫ് കോഞ്ഞാട്ടായിരുന്നു. എന്റെ പെങ്ങളില്ലേ, ഓക്ക് പറ്റിയതാ മീൻകാരൻ തന്നെ. ഓളുടെ കണ്ണ് മൂക്കും ചെവിയൊക്കെ കണ്ടാ മതി എനക്ക് ഛർദിക്കാൻ വരും. എത്ര ആയാലും ആ പെരിച്ചായിന്റെ മോളല്ലേടോ. ഈ ഒരു കാര്യം ചെയ്യും, ഞമ്മളെ കല്യാണത്തിന് വാ, എന്നിട്ട് ഞമ്മളെ മൊഞ്ചത്തീനെ ഒന്ന് കാണ്. വേണമെങ്കില് കുറച്ച് ബിരിയാണി നക്കിയിട്ട് പൊക്കോ, ഉളുപ്പില്ലാത്തോനെ. ആഹാ, തെറി പറഞ്ഞ ഈ ചിരിക്കോ? ഈ ഒരു മനുഷ്യനാണോടാ? അതാ വരുന്നു വേലി പൊളിച്ച വീട്ടിൽ പെരിച്ചാഴി ഉസ്മാന്റെ മകൻ മിസ്റ്റർ അബ്ദുൾ മനാഫ്. എന്താ മനാഫേ, അനക്കൊരു വല്ലായ്മ? വല്ലായ്മയോ? അത് പിന്നെ ഇന്നലെ പുലർച്ചെ വരെ ഞാനും ഓളും. ഓളോ ഓളുടെ ചേട്ടനോ? നിങ്ങളെങ്ങനെ? അതിപ്പോ കോഴിക്കോട് മുഴുവൻ പാട്ടാ. പേപ്പറിലും FM-ലും ഒക്കെ ഉണ്ട്. എക്സ്ക്യൂസ് മീ, ഇവര് ഐഫോൺ ഉണ്ടോ? ഇല്ല സാർ, അത് ഓരോ സ്റ്റോറുകളിൽ കിട്ടും. സാർ വേറെ ഒരുപാട് ലേറ്റസ്റ്റ് മോഡൽസ് ഉണ്ട് സാർ. സാംസങ്, ബ്ലാക്ക്ബെറി, LG, നോക്കിയ. സാർ S2, S3, Xperia. No, I don't want anything. Please leave me alone. Better to shut, man. ഇക്കാന്റെ നിക്കാഹിന് വരാൻ പറ്റിയില്ലല്ലോ. പറ്റായിട്ടല്ലോ മോളെ, എന്റെ ഉമ്മ വിളിക്കായിട്ടല്ലേ. വിളിക്കാണ്ട് വന്നാ നാണം കെടുത്തിയാലോ. ഷാജഹാൻ എവിടെ? ഓൻ പെണ്ണിന്റെ കൂടെ ഇരിപ്പാ. അതെ. അവിടെ പാട്ടൊക്കെ ഉണ്ടോ? മാമൻ കവാലി ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്റെ രാജകുമാരി പാടുന്നുണ്ടോ? ഇല്ല. അയ്യോ പാപ്പ, ഉമ്മ വരുന്നുണ്ട്, വെക്കട്ടെ. Ni sa sa re sa ni sa sa ga re ni sa sa re sa ni sa sa ga re ni sa sa re sa ni sa sa ga re sa pa ma pa ga re നീല നിലാവിൻ മാളിക മേലെ മാമഴവില്ലിൻ താമര നൂലെ ഊയലിലാടും പൂമയിലാളെ നിറകതിരഴകൊളിയായി ഷാബി മൊഹബത്തിൽ ഉണർന്നു മലർപ്പനി മുഹമ്മദ് റസൂൽ വരും വഴി മനസ്സിലെ അതൃപ്പമൊരുക്കി നീ ഇഹം പരം പൊരുൾ റഹീമല്ലാ ni sa sa re sa ni sa sa ga re ni sa sa re sa ni sa sa ga re ni sa sa re sa ni sa sa ga re sa pa ma pa ga re
പകൽക്കിനാവിൽ ദൽ 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 വാഗച്ചോട്ടിൽ ഋതുക്കൾ ചൂടി ദൽ 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 തളർനിലാവിൻ ദൽ 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 കൈലേസിന്മേൽ മനസ്സ് തുന്നി ദൽ 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 പുതുപിറ പൂത്തതുപോലെ ചന്ദ്രിക പോലെ മലരളി മണിയറയും മൊഹബത്തിൽ ഉണർന്നു മലർപ്പനി മുഹമ്മദുർ റസൂൽ വരും വഴി മനസ്സിലെ അതൃപ്പമൊരുക്കി നീ നീലനിലാവിൻ മാളിക മേലെ മാമഴവില്ലിൻ താമര നൂലെ ഊയലിലാടും പൂമയിലാളെ മുഹമ്മദ് യാ റസൂലല്ലാഹ് നൂറെ മുഹമ്മദ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് ഓ യാ റസൂലല്ലാഹ് നൂറെ മുഹമ്മദ് യാ ഹബീബല്ലാഹ് റസൂലല്ലാഹ് മലക്ക് പോലെ ദൽ 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 മോഹക്കാവിൽ മറഞ്ഞതെന്റെ ദൽ 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 ഓ മണക്കിനാവേ ദൽ 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 മാരൻ തേടും മനത്ത പോലെ ദൽ 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 കരളിലെ കുഞ്ഞിത്തത്തെ പ്രണയമിതണിയുകയില്ലേ പറയാതറിയുകയില്ലേ ഉടയവനറിയുമ്പോൾ മൊഹബത്തിൽ ഉണർന്നു മലർപ്പനി മുഹമ്മദുർ റസൂൽ വരും വഴി മനസ്സിലെ അതൃപ്പമൊരുക്കി നീ നീലനിലാവിൻ മാളിക മേലെ മാമഴവില്ലിൻ താമര നൂലെ ഊയലിലാടും പൂമയിലാളെ മൊഹബത്തിൽ ഉണർന്നു മലർപ്പനി മുഹമ്മദുർ റസൂൽ വരും വഴി മനസ്സിലെ അതൃപ്പമൊരുക്കി നീ ഇഹം പരം പൊരുൾ റഹീമല്ലാഹ് ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് ഫോൺ ടാപ്പിംഗ്. ഒരേ സമയം നല്ലതിനും ചീത്തയ്ക്കും ഉപയോഗിക്കാവുന്ന ഒരു ഏർപ്പാട്. നമ്മുടെ സിറ്റിയിൽ കഴിഞ്ഞ 1.5 മാസത്തിനകം 32ഓളം ഫോൺ ചോർത്തൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലേ വിൻസെന്റ്? അതെ സാർ. നടക്കാവ് സ്റ്റേഷനിൽ മാത്രം 13 കേസുകൾ, ബാക്കി ടൗൺ, ചേവായൂർ എന്നീ സ്റ്റേഷനുകളിൽ. രജിസ്റ്റർ ചെയ്യാത്തവ വേറെയും കാണും. ഈ ചാനലുകളിലൊക്കെ വന്ന പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേസുകൾ ഇനിയും കൂടേണ്ടതാണ്. അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ചാനലുകളിൽ പരാതി പറഞ്ഞവർ തന്നെ ഏതാണ്ട് 50ഓളം വരുമെന്നാണ്. അത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. നമ്മൾ ഉടനെ ചെയ്യേണ്ടത് അവരുടെ അനുഭവത്തിൽ ഈ ടാപ്പിംഗ് എപ്പോ, ഏത് സമയത്ത് നടന്നു എന്ന് കണ്ടെത്തുകയാണ്. അതുപോലെ അവരുടെ ഫോൺ ടാപ്പ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് അവരെങ്ങനെ മനസ്സിലാക്കി എന്നതും നമ്മൾ കണ്ടെത്തണം. ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസിന് ഒരു പാറ്റേൺ ഉണ്ടാവും. അതായിരിക്കണം നമ്മുടെ ആദ്യത്തെ പിടിവള്ളി. സൈബർ സെല്ലിന്റെ സഹായം. താനൊക്കെ ഒരു പോലീസുകാരനാണോടോ? ആദ്യം സ്വന്തം ബുദ്ധി ഉപയോഗിക്കേ, എന്നിട്ടാവാം സൈബർ സെല്ല്. ശരി സാർ, സോറി സാർ. സോറി. ഫോൺ ടാപ്പിംഗ് കേസിലെ പരാതിക്കാരിലെത്തിയിട്ടുണ്ട് സാർ. കം, ലെറ്റ്സ് ഇന്റർവ്യൂ ദം ആൻഡ് ഗെറ്റ് ദ ഇൻഫോ.
വരി വരി, നിങ്ങൾക്കുള്ള സാധനം ഇവിടെ വന്നിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ സെറ്റ്. ഐഫോൺ ട്രാവസ്. ബ്യൂട്ടിഫുൾ മാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. കുവൈറ്റിൽ നിന്ന് ഒരു പാട്ട് കൊണ്ടുവന്ന. What is smelly and beautiful. ഇഷ്ടായ? How much is one? Just 15,000 rupees. Only 10,000? 10,000 രൂപ? Very cheap man. I'm sorry, I forgot my kanyari. Count it. It's okay. Discount. No, I don't want any discount. I want only phone. Oh my God, I got it. നിങ്ങളുടെ ക്യാഷ് 5 ലക്ഷം വന്നിട്ടുണ്ട്. തിരിച്ചറിയാൻ അണ്ണൻ തമ്പി എന്ന് പറയണം. തരുന്നയാൾ അപ്പോൾ കുറുപ്പ് ഗുലാൻ എന്ന് പറയും. സ്ഥലം സ്റ്റാൻഡേർഡ് ബേക്കറി, മിഠായി തെരുവ്. നാളെ രാവിലെ കൃത്യം 11 മണി. ശരി, താങ്ക്സ്, ഞാൻ എത്തിക്കോളാം. ബായ്, ചാമ്പ്യാലോ? അങ്ങോട്ട് ചെന്നാ മതി. അണ്ണൻ തമ്പിന്ന് കോഡ് പറഞ്ഞാ പോരെ, കിട്ടുന്നത് 5 ലക്ഷം. പക്ഷേ മയ്യത്താവണ നമ്മളാ. എടോ ഏതോ കുഴലിടപാടാ, ജീവൻ പോവും. നീ ഒരു പേടിത്തുണ്ടന ദയവായിട്ട് കൊണ്ടു തരുമ്പോ. ഞാൻ നിന്നെ പോലെ മണ്ടനല്ല. മണ്ടനല്ലായിരിക്കും, പക്ഷെ പേടിത്തുണ്ടന. അതാണല്ലോ ആ പെണ്ണിന്റെ പുറകെ വെള്ളം ഇറക്കിക്കൊണ്ട് കിടക്കുന്നത്. ചങ്കുറ്റത്തോടെ പോയി പറയാണ്ട്. ബിനോയെ, ഈ വണ്ടി വിട്ടോ. വീട്ടിൽ പോടാ, ചുപ്പോടാ. പേടിത്തുണ്ടൻ ഒരണക്ക കാമുകം വന്നേക്കണം. ബിനോയെ, അൽഫ നന്നായിട്ടുണ്ട്. എവിടുന്നാ മേടിച്ചേ? ഉമ്മാന്റെ മോനോട് ചോദിക്കും. ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? ഓളെ ബേബി മെമ്മോറിയൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. പറഞ്ഞു വരുന്നത് മനസ്സിലായി. ഞങ്ങൾക്ക് നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ആശ്രയം. 3 ലക്ഷം ചെലവാക്കാനുള്ള സ്ഥിതി ഉണ്ടെങ്കിൽ അതിനുള്ള സ്ഥിതി ഇപ്പൊ ഞങ്ങൾക്കില്ല രമേ. ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ വീട്ടിക്കോളം സതിച്ചു. നല്ല തമാശ. ഒരാഴ്ച മുഴുവൻ എടുത്താലും ഇത് വീട്ടാൻ എന്നെ കൊണ്ടാവോ? ചേച്ചി കൈ എഴുതരുത്. സൗമ്യയുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാനാവുമായിരുന്നോ? ചേച്ചിയുടെ സ്വന്തം അനിയന്റെ മോളല്ലേ. നീ സെന്റിമെന്റ്സ് ഒന്നും പറയണ്ട രമേ. 3 ലക്ഷം എടുത്തു തരാൻ ഇവിടെ എന്താ ബാങ്ക് ഒന്നും നടത്തണില്ല. ഇനി ഇതും പറഞ്ഞിങ്ങോട്ട് വിളിക്കും വേണ്ട. സ്റ്റാൻഡേർഡ് ബേക്കറി. നേരെ പോയിട്ട് ലെഫ്റ്റ്. ജിലേബിക്ക് എന്താ വില? 1,6 റുപ്യ. പാൽഗോവയ്ക്കോ? നിങ്ങൾക്ക് എത്രയാ വേണ്ടത്? ചോദിച്ചേ ഉള്ളൂ. പാൽഗോവ 10. കറുത്തലവയ്ക്കോ? ഈ കോഴിക്കോട്ടുകാരനല്ലേ? അനന്തമി. ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് പോകണം. നല്ല ചൂടുണ്ട്, സൂക്ഷിച്ചുണ്ടോയ്ക്കോ. താങ്ക്സ്.
അണ്ണൻ തമ്പി അണ്ണൻ തമ്പി അണ്ണൻ തമ്പി ഹായ് അണ്ണൻ തമ്പി അണ്ണൻ തമ്പി അണ്ണൻ തമ്പി അണ്ണൻ തമ്പി അണ്ണൻ തമ്പി. അതെ ഈ സ്റ്റാൻഡേർഡ് ബേക്കറി ഇവിടെ സ്റ്റാൻഡേർഡ് ബേക്കറി. നേരെ പോയിട്ട് വലത്, പിന്നെ എടുത്ത് അവിടുന്ന് രണ്ടാമത്തെ ഇടത്, വലത്. അത് തന്നെ വഴി. ഇതിപ്പോ പുലിവാലായില്ല. സൗമ്യ ഒരു ഓപ്പറേഷൻ അഡ്മിറ്റ്. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഫസ്റ്റ് ഫ്ലോർ റൂം നമ്പർ 7411. ഓക്കെ. ₹100 ഒരു ടോപ്പ്. ഞാൻ കാണാൻ വന്ന മോനാരാ? ഞാൻ അനീന. രമ അതെന്റെ അമ്മയുടെ പേരാ. അമ്മയുടെ അമ്മ താഴെ ഫാർമസി പോയി മരുന്ന് വാങ്ങാൻ. മോനൊരു കാര്യം ചെയ്യും, അമ്മ വരുമ്പോ ഈ ബാഗ് അമ്മ ഏൽപ്പിക്കണം. നല്ലോണം സൂക്ഷിക്കണം. ചേച്ചിയുടെ ഓപ്പറേഷൻ ഉള്ള ശരി, മനസ്സിലായോ? ചേട്ടന്റെ പേര്? അഫ്സ ചന്ദ്രൻ. എന്നാലും നിനക്ക് വട്ടാണ്. ആണോ? വട്ടല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കിട്ടിയ പൈസ മുഴുവൻ ദാനം ചെയ്യുമോ? എന്നാലും എങ്ങനെ മനസ്സ് വന്നടാ, എനിക്ക് സഹിക്കണില്ല. എന്തേ? എടോ അത്യാഗ്രഹി, ഞാൻ ഓർക്കൊടുത്തത് ആ കുട്ടിയുടെ ഓപ്പറേഷനുള്ള 3 ലക്ഷം, ബാക്കി 2 എൻ്റെ ഉണ്ട്. എന്നാ പിടിക്ക് അന്റെ 1 ലക്ഷം. അനക്ക് കുറെ കടവുള്ളല്ലേ, പോയി കൊടുത്തു തീർക്ക്. പൊന്നു മോനെ, ഈയാടാ ഹീറോ, ശരിയായ ഹീറോ. ഡയലോഗ് അടിക്കാണ്ട് വീട്ടിൽ പോടാ. ഈ വില കൂടുതലാണെന്ന് പറയുന്നൊക്കെ മണ്ടത്തരാണ്. ആ ഏരിയയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വിലയാണ് 3 കോടി. അതിലും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ ആര് തെരിക്കാലത്ത് വില ഞാൻ തരും. ഈ തരുമോ? ഞാനോ? ചിലപ്പോ പറഞ്ഞു. അല്ല, നിങ്ങൾ പറയാണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എന്നോട് ചോദിക്കണോ? പിന്നെ പാരിന്റെ ഇടയിൽ കയറി പറഞ്ഞു. അപ്പാരാണ്? എന്നാ പിന്നെ അസർപ്പ് വയ്ക്കും. കച്ചവടം മുടക്കാൻ വേണ്ടി മെനക്കേണ്ടിട്ടുണ്ട്. അസർപ്പേ ഫോൺ ടോളിൽ കളിക്കല്ലേ? എന്ത് കളിച്ചിട്ടും കാര്യം ഞാൻ ഇതിൽ കൂട്ടൂല. അസർപ്പേ എന്നോട് ആരാണ്ട്? യുവർ ഫാദർ, നിങ്ങളുടെ ബാപ്പ. എന്റെ റബ്ബേ, മോള് വരണ്ട്. അറിയാം. എന്റെ ഇക്കാനെ അറിയോ? ഇല്ല. എന്തേ? അല്ല, കണ്ടമാരി തോന്നി. ഇക്കാന്റെ നിക്കാഹായിരുന്നു. ഏയ്, അത് ഇമ്മളയക്കാൻ വയ്യില്ല. അതെ. ഓ ശരി, താങ്ക് യു. സുഖല്ലേ? രാത്രി മുഴുവൻ ഫോണ് ബിസിയാണല്ലോടി. എന്താണ് പുലർച്ചെ വരെ ആരോടി കിന്നാരം? ഇജ്ജി പറഞ്ഞിട്ട് പോവണ്ണേ. മനാഫേ മാറ്. നമ്മളൊന്നും അറിയട്ടെ, ഓള് ആരോടി കൊഞ്ചണെന്ന്. രാത്രി ഫോൺ വിളി മാത്രമേ ഉള്ളൂ അതോ? അയ്യോ, കൈ തൊടാ. ഓ അനക്ക് വേനിക്കുണ്ടല്ലേ? എന്റെ കടയിൽ ഞാൻ സമ്മതിക്കൂല. പോടാ. അഫ്സലേ, അപ്പനക്ക് പൊള്ളുണ്ടല്ലടാ. എന്താ
വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ. നീ മറിക്ക്. എന്താണ് നോക്കണത്? എന്താ പൂരം കാണാൻ നിക്ക? എല്ലാരും പോയേ, പോയോടെ നിന്ന് പോയേ. നീ പീടിയിലേക്ക് പോ, പീടിയിലേക്ക് പോടാ. നോക്കി പേടി, നീ പീടിയിലേക്ക് പോ. അനക്ക് വല്ലതും പറ്റിയ? അങ്ങനെയല്ല വിൻസെന്റ്, നമ്മൾ വിചാരിക്കുന്നതിലും കോംപ്ലിക്കേറ്റഡ് ആണ് ഈ കേസ്. സാധാരണ ടാപ്പിംഗ് കേസുകൾ ഉണ്ടാവുന്നത് ബിസിനസ്സുകാരോ രാഷ്ട്രീയക്കാരോ ഒക്കെ വിവരം ചോർത്താൻ ശ്രമിക്കുമ്പോഴാണ്. എന്നാൽ ഇവിടെ എല്ലാ തുറകളിലും പെട്ട വ്യത്യസ്തരായ ഒരുപാട് വിക്ടിംസ് ഉണ്ട്. അത് തന്നെയല്ല, ഈ ചോർത്തലുകളുടെ പിന്നിലുള്ള മോട്ടീവ്, ഉദ്ദേശം എന്താണെന്ന് പിൻ പോയിന്റ് ചെയ്യാനും പറ്റുന്നില്ല. അത് മാത്രമല്ല സർ, ഈ ചോർത്തുന്നയാൾ ഭീഷണിപ്പെടുത്തുന്നതായോ മറ്റെന്തെങ്കിലും തട്ടിപ്പുകൾ ചോർത്തുന്ന വിവരങ്ങൾ വെച്ച് ചെയ്യുന്നതായിട്ടോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പരാതികളുമില്ല. വിക്ടിംസ് എല്ലാവരും അവരുടെ സ്വകാര്യതയിലേക്ക് ആരോ കടന്നു കയറുന്നുവെന്ന് മാത്രമാണ് പരാതിപ്പെട്ടിട്ടുള്ളത്. അതെ, നാളെ സിനിമയ്ക്ക് പോയാലെന്താ? ക്ലാസ് കിട്ടിയാനൊന്നും പറ്റില്ല, ബോർഡ് എക്സാമാ വരുന്നത്. ഓ, എന്താ സീരിയസ് ആയൊരു പഠിത്തം? നീ നമ്മുടെ കാര്യത്തിൽ സീരിയസ് അല്ലേ? പിന്നല്ലാണ്ട്. ഞാനും സീരിയസ് ആണ്, അതുകൊണ്ടാ സീരിയസ് ആയി പഠിക്കുന്നത്. വേഗം സെറ്റിൽ ആവണം, നിന്നെ ഒന്ന് കെട്ടണം. ആ, അത് വേണം, വേണം. ഈ സമപ്രായക്കാർ പ്രേമിക്കുമ്പോ ഒരു കുഴപ്പമുണ്ടാവും, എനിക്കതറിയോ? ആ, ചെക്കൻ ജോലിയും തപ്പിത്തേണ്ടു, പെണ്ണ് പോരെ നിറഞ്ഞാലും കോഴ്സ് ആഫ്റ്റർ കോഴ്സ് പഠിച്ചോണ്ട് അവന് ടൈം കൊടുക്കും. പക്ഷെ എന്നെ അതിന് കിട്ടില്ല, എനിക്ക് പഠിക്കാനേ വയ്യ. ഈ 12th തന്നെ ഒന്ന് കടന്നാ മതി. മടിച്ചി, നീ പഠിക്കണ്ട, ഞാൻ പഠിച്ചോളാം. അടുത്ത വർഷം ഞാൻ മർച്ചന്റ് നേവി എക്സാം എഴുതും. കിട്ടിയ രക്ഷപ്പെട്ടു, സൂപ്പർ സാലറിയാ. എന്റെ വീടിനും കൂടെ ഉണ്ടാവും, നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും. പക്ഷേ കടലിൽ പോണ്ടേ? മീൻ പിടിക്കാനൊന്നല്ലോ പെണ്ണേ, ഞാൻ നിന്നെയും കൊണ്ടുപോകും. ഇപ്പൊ കൊണ്ടുപോകും. കൊഞ്ചണ്ട, നാളെ കാണാം. എന്നാ ഒരു ഉമ്മതാ. നാളെ എവിടെ? ബീച്ചിനടുത്തുള്ള പഴയ ബസ് സ്റ്റോപ്പ്, 4 മണി. ഓക്കെ. ഈ എന്താ കുട്ടിയെ ഇത്ര വൈകിട്ടും ഉറങ്ങാണ്ടിരിക്കണത്? ഈ എന്താ ഇവിടെ ചെയ്യണെന്ന് ഉമ്മാക്കറിയാം. പക്ഷേ ഉമ്മാക്ക് അന്നിൽ നല്ല വിശ്വാസമുണ്ട്. ഇഷ് പഠിച്ചോനെ മറന്നൊന്നും ചെയ്യൂലെന്ന്. ഈ മറ്റുള്ളവർ പറയണത് കേട്ടോണ്ടിരിക്കാൻ, അതും ഒളിഞ്ഞു കേൾക്കാൻ രസാ. പക്ഷേങ്കില് അത് നമ്മളെ മനസ്സിൽ ഒരുപാട് ചെളി നിറക്കും. പിന്നെ കഴുകാൻ പറ്റാണ്ടാവും. അടി പിടിച്ച ബിരിയാണി ചെമ്പ് പോലെ ആവും. ഇന്റെ ഇപ്പോഴത്തെ സങ്കടം അതൊന്നുമല്ല. എന്റെ ഓന് പിടിച്ച പെണ്ണിനോട് മനസ്സ് തുറക്കാനുള്ള ധൈര്യം പോലും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ കഷ്ടം തോന്നണത്. എത്രയും പെട്ടെന്ന് ഈ പോയി ആനക്കോളെ ഇഷ്ടാണെന്ന് പറ. ആ, ഇപ്പൊ ഈ കിത്താപ്പൊക്കെ ഓഫാക്കി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശരി ഉമ്മ. காதலுக்கு முக்கியம் தைரியம் தான் தம்பி.
എന്താ ഇവിടെ? ഒരു വഴി അന്വേഷിച്ചു വന്നാ. എവിടേക്ക്? നിങ്ങളുടെ കൽപ്പിലേക്കുള്ള വഴി. ഈ സോഫ്റ്റ്വെയർ അഥവാ വൈറസ് കഴിയുന്നത്ര എളുപ്പത്തിൽ മറ്റു മൊബൈൽ ഫോണുകളിലേക്ക് എത്തണം അഥവാ എത്തിക്കണം. അതെങ്ങനെ? മെസ്സേജിംഗ് വഴി തമ്മിലുള്ള മെസ്സേജസ് വൈറസിനെ സ്പ്രെഡ് ചെയ്തിരിക്കാം. അതിന് അധികം വിക്ടിംസും തമ്മിൽ പരിചയമില്ലാത്തവരാണെന്നല്ലേ നമ്മൾ കണ്ടെത്തിയത്? അതെ സാർ. ഈ ടാപ്പിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ ചെലവുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ സെൽഫോൺ ടെക്നോളജി, പ്രത്യേകിച്ച് GSM, ഇത്തരം പരിപാടികൾക്ക് വളരെ അനുകൂലമാണ്. അത്യാവശ്യം നന്നായി പ്രോഗ്രാമിംഗ് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് സ്പ്രെഡ് ചെയ്തത് ധാരാളം മൊബൈൽ ഫോണുകൾ ആക്സസബിൾ ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കുകയും ചെയ്യും. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല വിൻസെന്റ്. എന്താണ് സാർ? കേസുകൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏരിയയിലെ മൊബൈൽ ഷോപ്പുകാരെ, അവർക്കാണ് ഏറ്റവും അധികം മൊബൈൽ ഫോണുകൾ ആക്സസബിൾ ആയിട്ടുള്ളത്. നമുക്കിനി അവരുടെ പുറകെ പോയി നോക്കാം. ഉമ്മയുണ്ടോ? എന്തുമ്മ? അഫ്സലെ, നോയാണ് ഉമ്മ. ഓനെവിടെ? ഓനിവിടെ ഉണ്ട്. രാവിലെ ഒന്നും കഴിക്കാണ്ടേ പോയതേ. ഇന്നെന്താ അവിടെ? ദോശ എന്നെ മോനെ. ഓ, നീ വല്ലതും കഴിച്ചോ? എന്ത്? ചായയും ഷവർമയും. ഞെട്ടായപ്പോ എന്താ ഉള്ളത്? ഓനെ ഞാൻ കഴിപ്പിച്ചോളാം. റെഡി? ഈ വിഷമിക്കാതെ അഫ്സലെ, ഓക്ക് സുഖം ഉണ്ടാവില്ല. ഇല്ല എങ്ങോട്ടെങ്കിലും പോയതായിരിക്കുന്നേ. ഞാനന്ന് മനസ്സോറ് സംസാരിച്ച പിന്നെ ഓളെ കണ്ടിട്ടേ ഇല്ല. ഓളെ സെല്ലും സ്വിച്ച് ഓഫാ. എൻ്റെ ഉള്ളിൽ കല്ല് കെട്ടിക്കണ മാതിരി. ഒരൊറ്റ പ്രാവശ്യം ഓളൊന്ന് കണ്ടാ മതിനെ. സാംസ്കാരിക നായകൻ പറഞ്ഞിട്ടുണ്ട്. ഇയാളോട് ചോദിച്ചാൽ ചിലപ്പോ കാര്യം അറിയാം. 50 രൂപയുടെ ഫ്ലെക്സി. മാഷേ, നിങ്ങൾ ഈ ഷഗാന എന്ന് പറഞ്ഞ കുട്ടീനെ പഠിപ്പിക്കണണ്ട? ഉണ്ടാവാം. ഞാൻ പെൺകുട്ടികളുടെ പേര് അന്വേഷിക്കാറില്ല. അല്ല, അത് നമുക്കറിയാം. ആ കുട്ടീനെ 2-3 ദിവസമായിട്ട് കാണുന്നില്ല. നിനക്കെന്തിനാ അവളെ കണ്ടിട്ട്? ഓക്ക് ബാലൻസ് ഒരു 400 രൂപ കൊടുക്കാണ്ടായിരുന്നു. ചില്ലറ ഇല്ലാണ്ട് ബാക്കി പിന്നെ തന്നാ മതി എന്ന് പോയതാ. അവള് 2-3 ദിവസമായി ക്ലാസ്സിൽ വന്നിട്ട് അന്വേഷിച്ചിട്ട് പറയാം. താങ്ക്സ് മാഷേ. അന്ന് അവള് കാരണല്ലേ നീയും മനാഫും തമ്മിൽ തല്ലിയത് അല്ലേ? അല്ലല്ല,
അതാ മനാഫ് ആ കുട്ടിന്റെ കയ്യെ കയറി പിടിച്ചപ്പോ കച്ചറയായതാ അല്ലേ അഫ്സലെ? ടോപ്പ് ചെയ്തോ? ഇപ്പൊ ചെയ്യാം. എന്നിട്ട് ടോപ്പ് ജയ് ഹിന്ദ്. സെയിം ചെയ്യൂ. നടക്കാൻ പോവാ. ഹലോ ജോത്സരെ. ഹലോ, ആരാണ്? കേണൽ നമ്പ്യാരാണ്. ഓ നമസ്കാരം. എന്താ ഈ പാതിരാത്രിയില്? ഒരു മുഹൂർത്തം കുറിച്ച് തരണം. അത് പിന്നെ ഇപ്പോ വേണം, പെട്ടെന്ന് വേണം. ഒരു റിക്വസ്റ്റ് ആണ്. എന്താ കാര്യം? മോളുടെ പ്രസവാണേ. സിസേറിയൻ മതിയെന്ന് അവക്ക്. അതിനൊരു നല്ല മുഹൂർത്തം വേണം. സിസേറിയന് മുഹൂർത്തോ? നല്ല സമയത്ത് ജനിച്ചാലല്ലേ കുട്ടിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. അതിപ്പോ രാജയോഗമുള്ള സമയം നോക്കി തന്നാ മതി. ഇതൊന്നും ശരിയല്ല. അങ്ങനെ പറയരുത്. ദക്ഷിണ എത്ര വേണേലും തരാം. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു 10 മിനിറ്റ് സമയം തരും. എനിക്ക് ദക്ഷിണ വേണ്ട. അതാരാ? ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞു തരാം. നല്ല ബെസ്റ്റ് ടൈം, അമേരിക്കൻ ടൈം, രാവിലെ 11 മണി. എന്താ പോരെ? ഞാൻ ആ കുട്ടിയുടെ ഫ്രണ്ടില്ലേ കവിത, ഓളോട് ചോദിച്ചു. എന്താ പാവം ചെയ്യാ? അമ്മയെ മോനൊക്കെ നിർബന്ധിച്ച പിന്നെ ഓളെന്ത് ചെയ്യും? എന്നാലും പഠിത്തം നിർത്തിച്ച് കൂട്ടിക്കൊണ്ടുപോയത് കുറച്ച് കടുപ്പായി പോയി. അടുത്ത മാസം അത്ര നിക്കാഹ്. മാമന്റെ മോനെ തന്നെയാ. അയാള് ഗൾഫിലെവിടെയോ ആണ്. ഓളിപ്പോ എവിടെയാ? കൊടുങ്ങല്ലൂര്. അവളുടെ ഉമ്മാന്റെ വീട് അവിടെയാ. നീ എങ്ങോട്ടാ? എങ്ങോട്ടാന്ന്? കൊടുങ്ങല്ലൂർക്ക്. ഉമ്മ വെച്ചാ പറഞ്ഞേക്ക്. നിനക്കെന്താണ്ടാ പ്രാന്തായ? പ്രാന്ത. മൊഹബ്ബത്തിൻ ജന്നത്തിൽ മുഴുവൻ തേടി ഞാൻ നിന്നെ ഓഷാന. വിരഹനാളങ്ങൾ ആളുന്ന ഗസലിൻ തോഴനായി മാറി എന്തിൽ റുബ. ഈ മൊഹബ്ബത്തിൻ ജന്നത്തിൽ മുഴുവൻ തേടി ഞാൻ നിന്നെ ഓഷാന.
ഈ മൊഹബത്തിൻ ജന്നത്തിൽ മുഴുവൻ തേടി ഞാൻ നിന്നെ ഓഷാന വിരഹനാളങ്ങൾ ആളുന്ന ഗസലിൻ തോഴനായി മാറി എന്തിൽ റുബ அட பாருங்களா, அன்இன்ஸ்டால் பண்ண போறானுங்க, அன்இன்ஸ்டால் பண்ண போறானுங்க, என்ன கொல்ல போறானுங்க. வேணாண்டா டே, வேணாண்டா டே. அட பாவி, ஏன்டா இப்படி என்ன சதி பண்ண? വിക്ടിംസിന്റെ മൊബൈൽ ഫോണുകൾ സൂക്ഷ്മമായി പരിശോധിച്ചതിന്റെ ടെസ്റ്റ് റിപ്പോർട്ടാണിത്. ഈ ടാപ്പിംഗ് പ്രോഗ്രാം അഥവാ സോഫ്റ്റ്വെയർ ഒരു വൈറസ് ആണെന്നാണ് ഇതിലെ കണ്ടെത്തൽ. ഒന്നുകിൽ ഫോണിൽ നിന്ന് ഫോണിലേക്ക് വൈഫൈ വഴിയോ ബ്ലൂടൂത്ത് വഴിയോ മെസ്സേജസ് വഴിയോ ഈ വൈറസ് ട്രാൻസ്ഫർ ചെയ്യാം. അതല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് പോകുന്ന ഏതൊരു മെസ്സേജസ് വഴിയും, പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് വിൻഡോസ് ഫോണുകളിൽ ഈ വൈറസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. മാത്രമല്ല, എവിടെ നിന്നാണ് ഈ ഫോൺ ചോർത്തുന്നത് എന്ന് കണ്ടെത്താൻ ആവശ്യമായ ഒരു വിവരവും ഈ വൈറസ് പ്രോഗ്രാമിന്റെ കോഡിൽ ഉണ്ടായിരിക്കുകയില്ല. എന്നെ ഇപ്പോഴും അലട്ടുന്ന പ്രശ്നം ആ ഒരൊറ്റ കാര്യമാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു സംഘമാണോ അതോ ഒരു വ്യക്തിയാണോ? എന്താ ആരത്? ഞാനാ മന. ആ, അന്നിപ്പോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് കൊറേ കാലായല്ലോ. ഞാൻ അഫ്സലിനെ കാണാൻ വന്നാ. വിളിച്ചിട്ട് ആരും കാണാത്തോണ്ട് തിരിച്ചു പോവായിരുന്നു. അടുക്കളയ്ക്ക് ഒന്നും കേക്കില്ല. അഫ്സല് പീടിയിലെ മനാഫെ. അനക്കറിയില്ലോ എന്റെ പീടിയ? അറിയാ. എന്നാ ശരി. ആ ശരി. ഈ കമ്മീഷണർ ഓഫീസോടെ എന്താ കാര്യം? ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. എന്താ അഫ്സലെ, അന്നെ കാണാ ആ പഴയ മനാഫ് വന്നിനു. ഈ പീടിയിലാന്ന് ഞാൻ പറഞ്ഞു. അങ്ങോട്ട് വന്നില്ലേ? ഇത് നല്ല തമാശ. ഓനെ ഞാൻ വരുമ്പോ കണ്ടാണല്ലോ. ശരി, ഉമ്മ ഫോൺ പറ്റോ? ഇവന്റെ പേരും അഡ്രസ്സും എല്ലാം എഴുതിയെടുത്തിട്ട് വിട്ടേക്ക്. താനവിടെ നിൽക്ക്. ഈ സിറ്റി വിട്ട് പുറത്തു പോകാൻ പാടില്ല. ഇവിടെ തന്നെ ഉണ്ടാവണം. ഇപ്പൊ പറഞ്ഞത് മുഴുവൻ കളവാണെന്ന് വന്നാൽ തന്നെ ഞാൻ പൊക്കും. പൊയ്ക്കോ.
ചാവാൻ പോവാണ്ട ഈ മാറ്. മനാഫിനെ കണ്ടോടാ. ഓൻ രാവിലെ ഇവിടെ വന്നിരുന്നു. നിങ്ങൾക്ക് എന്തിനാ ഓൻ? എന്തിനാന്നാ ആ നായ നമ്മുടെ മമ്മദ് ഖാനെ ബൈക്ക് ഇടിച്ച് ഓടിക്കളഞ്ഞു. അതും കമ്മീഷൻ ഓഫീസിന്റെ നേരെ മുന്നില്. പോലീസ് കമ്മീഷണർ അതേന്ന് ഓനാ ആഫീസിന്റെ ഉള്ളിൽ നിന്ന് ചീറി വന്നെന്ന മമ്മദ് ഖാൻ നമ്മളോട് പറഞ്ഞത്. മൂപ്പരെ ഇപ്പൊ GH അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഓനോട് പറഞ്ഞാളി എവിടെ ഒളിച്ചാലും അവനെ പൊക്കുന്നു. അന്നെ ആ മനാഫ് അന്വേഷിച്ച് വന്നിരുന്നു. അന്നെ കാണാ ആ പഴയ മനാഫ് വന്നിരുന്നു. അത് കമ്മീഷൻ ഓഫീസിന്റെ നേരെ മുന്നിൽ. നീ പെട്ടെന്ന് കടയടിച്ച് പോക്കോ, ഞാനൊന്ന് വീട്ടിലേക്ക് പോട്ടെ. നേരത്തെ പോകുന്നത് വിശക്കുന്നുണ്ടോ മോനെ? ചോറെടുക്കട്ടമ്മ. ആ വെള്ളം കുടിച്ച് വയറ് നിറക്കണ്ട. ഇങ്ങനെ വെറുതെ കരഞ്ഞോണ്ടിരുന്ന ജീവിതത്തിൽ ആശിച്ചത് കിട്ടുമോ മോളെ? ഒരു ധൈര്യമൊക്കെ വേണ്ടേ? വേണ്ടത് വേണമെന്നും വേണ്ടാത്തത് വേണ്ടെന്നും പറയാൻ പറ്റില്ല പപ്പ. ഇതന്നെ എല്ലാവരുടെയും പ്രശ്നം. മിക്കവരും ജീവിതം നശിപ്പിക്കണത് ഈ ധൈര്യമില്ലായ്മ കൊണ്ട് തന്നെയാ. എന്നാലും കഷ്ടായിപ്പോയി. കോഴിക്കോട് പറഞ്ഞതിന്റെ മുമ്പെങ്കിലും ആ പയ്യനോടണക്ക് ഓനെ ഇഷ്ടാണെന്ന് പറയായിരുന്നില്ലേ മോളെ? ഈ അത് തുറന്ന് പറയണായിരുന്നു. എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല പാപ്പ. ഉറപ്പുണ്ടായിരുന്നില്ല. അഫ്സലിനെ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. പഠിച്ചവനാണ്. എനിക്കത് തുറന്നു പറയാൻ നാം വന്നില്ലെങ്കിലും ഷാന. ആരാത്? ഷാന മതി, എനിക്കിത്ര മതി. എന്റെ മനസ്സറിഞ്ഞില്ല, എന്റെ മനസ്സ് നിറഞ്ഞു. ഷാന ഈ കേക്കണ്ട. मोहम्मद या रसूल अल्लाह या हबीब अल्लाह या रसूल अल्लाह ओ या रसूल अल्लाह नूरे मोहम्मद या हबीब अल्लाह
നീലനിലാവിൻ നാളികമേലെ മാമഴവില്ലിൻ താമരനൂലെ ഊയലിലാടും പൂമയിലാളെ ഇറകതിരഴകൊളിയായി ഷാബേ അജയ് ചാക്കോയും സംഘവും അഫ്സലിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. പക്ഷേ വ്യക്തിപരമായ കാരണങ്ങളാൽ പരാതിക്കാർ ഹാജരാവാതിരിക്കുകയോ മൊഴി മാറ്റി പറയുകയോ ചെയ്തു. ഇതിനു പുറകിൽ ഒരു വ്യക്തിയാണോ അതോ ഒരു സംഘമാണോ എന്ന സംശയം ബഹുമാനപ്പെട്ട കോടതി തന്നെ ചോദിച്ചു. അസന്നിഗ്ധമായി ഒന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതിനാൽ അഫ്സലിനെ കോടതി 3 മാസത്തെ വിചാരണ തടവിന് ശേഷം നിരുപാധികം വിട്ടയച്ചു. ഷഹാന നിക്കാഹ് വേണ്ടെന്ന് പറഞ്ഞ് അവളുടെ വാപ്പയുടെ അടുത്തേക്ക് തിരിച്ചുപോയി. അഫ്സലിന്റെ വിചാരണ നടക്കുന്ന കാലത്ത് അവളും വാപ്പയും കൂടി അവനെ പോയി കണ്ടിരുന്നു. നിരുപാധികം വിട്ടയക്കപ്പെട്ട ശേഷം അഫ്സൽ ഷഹാനയെ നിക്കാഹ് കഴിച്ചു. അങ്ങനെ ഷഹാന ശരിക്കും ഷഹാന അഫ്സലായി.